നമ്മളാരും ഇവിടെ സ്ഥിരം ഇരിക്കാൻ പോകുന്നവരല്ല. ഈ രാജ്യത്ത് എന്ത് വർഗീയത ആരുണ്ടാക്കിയാലും ഈ രാജ്യം ഞങ്ങൾക്ക് മാത്രം എന്ന് വിചാരിച്ചാൽ പോലും അവരും മരിക്കും. അവരും മരിക്കേണ്ടവരാണ്. ഇവിടെ ആരും ചിരഞ്ജീവികളായി നിലനിൽക്കാൻ പോകുന്നില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ ഒച്ചപ്പാടുകൾ? ആർക്ക് വേണ്ടിയാണ് ഈ കോലാഹലങ്ങൾ? ഇവിടെ ആർക്കെങ്കിലും 1 കോടി വർഷം അള്ളാഹു സൃഷ്ടാവ് ആർക്കെങ്കിലും തീരെഴുതി കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ മനുഷ്യൻ്റെ ആർത്തി കൊണ്ട് ഇത് ഞങ്ങൾക്ക് മാത്രം വേണം എന്ന ഒരുതരം സങ്കുചിതത്തിൽ നിന്നാണ് വർഗീയതയും തീവ്ര ചിന്താഗതികളുമൊക്കെ വളർന്നു വരുന്നത്. ഒരു നേരം ഞങ്ങൾ പോകേണ്ടവരാണ്. ആഹ് ക്യാ ആയേ റിയാസെ ദഹ്ർ മേ ഹം ക്യാ ഗയേ ജിന്ദഗി കി ഷാഖ് മേ പൂഠേ ഖിലേ മുർജാ ഗയേ. നമ്മൾ വന്നു പോയി. ഒരു വൃക്ഷത്തിൽ ഒരു കായ, ഒരു മുട്ട് വിടർന്ന് പൂവായി അത് വാടി ഇല്ലാതെയായി പോകുന്ന പോലെ ജനിച്ചു, കൗമാരവും യൗവനവും കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞ് കുടുംബജീവിതം ആരംഭിച്ച് ഉപ്പയായി വല്യുപ്പയായി വൃദ്ധനായി വന്യവയോധികനായി മരണത്തിൻ്റെ മറവിലേക്ക് നീങ്ങുന്ന വളരെ നിസ്സാരമായ ഒരു കാലഘട്ടത്തേക്ക് മാത്രം ജീവിക്കുന്ന മനുഷ്യൻ അറിയുന്നുണ്ടോ തൻ്റെ ശൂന്യ നിമിഷത്തെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും അതെന്ന്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വഹാബിമാർ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം എന്നവരും രണ്ടുപേരും അവരവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച വളരെ സ്വഹീഹായ സംഭവം, സഹ്ലു ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവാണ് ആ വിഷയം പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ നന്നായി യുദ്ധം ചെയ്ത ഒരാൾ, ഞങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയാത്ത വിധം സധൈര്യം ശത്രുക്കളിലേക്ക് ഓടിയെടുത്തിരുന്ന ഒരാൾ, ഞങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയാത്തത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിരുന്നു. ലാ യത്റുകു ഷാദ്ദതൻ വലാ ഫാദ്ദ ഇല്ലാ തബിഅഹ. ശത്രുക്കളിൽ കൂട്ടമായും ഒറ്റക്കും അതിശക്തമായി മുന്നേറിയ ഒരാളെ സംബന്ധിച്ച് സ്വഹാബികളൊക്കെ അത്ഭുതത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന ഫുലാനൻ അജ്സഅ ഫി ഹാദിഹിൽ ഗസ്വ മാ ലം യുജ്സിഉ അഹദ്. ഒരാൾക്കും ചെയ്യാൻ കഴിയാത്തത് ഇയാൾക്കിന്ന് ചെയ്യാനായല്ലോ എന്ന് എല്ലാവരും ഒരേ ശബ്ദത്തിൽ, ഇയാളെപ്പോലെ ആർക്കും ചെയ്യാനായില്ലയോ, ആർക്കും ഇദ്ദേഹത്തെ പോലെ ധർമ്മസമരത്തിനിറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആ മനുഷ്യനെക്കുറിച്ച് ഓരോരുത്തരും അത്ഭുതം കൂറി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി വരുന്നു, ഇന്നഹു ഫിന്നാർ. ആ മനുഷ്യൻ നരകവാസിയാണല്ലോ. സ്വഹാബികൾക്കിടയിൽ യുദ്ധം ചെയ്യുന്ന ഒരാൾ, അയാളെപ്പോലെ ധീരത കാണിച്ച ഒരാളും വേറെയില്ല. സ്വർഗത്തിലേക്ക് നേർക്കുനേരെ എന്ന് നമ്മളൊക്കെ വിചാരിക്കാനിടയുള്ള സ്വഹാബികൾ പോലും വിചാരിച്ചു. അയാളെക്കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇന്നഹു ഫിന്നാർ, അവൻ നരകത്തിലേക്കാണ് സ്വഹാബികളെ. സഹ്ലു ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാ, സ്വഹാബികൾക്കിടയിൽ പോലും ചെറിയൊരു ശങ്ക വന്നു. എന്തേ നബി ഇങ്ങനെ പറയാൻ കാരണം? ഇങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച്, അയാൾ അങ്ങാനും ആ ഒരു ധർമ്മസമരത്തിലായി ലോകത്തോട് വിട പറഞ്ഞാൽ അയാൾക്ക് സ്വർഗമുണ്ടെന്നല്ലേ? പക്ഷേ ഇത്രത്തോളം ധീരതയിൽ പോരാടിയ ഒരാളെക്കുറിച്ച് അയാൾക്ക് നരകമാണെന്ന് നബി തങ്ങൾ പറയുമ്പോൾ എന്താണാവോ അതിൻ്റെ പൊരുൾ എന്ന് ഓരോരുത്തരും പരസ്പരം ശങ്കിച്ചു നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഹ്ലു ഇബ്നു സഅദ് എന്നവർ പറയാം, ആ മനുഷ്യന്റെ വിവരം ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഞാൻ അറിയിച്ചു തരാം, ഫുൾ റിപ്പോർട്ട് ഞാൻ തരാം. ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. അയാൾ ഓടുമ്പോൾ പിന്നിൽ ഞാൻ ഓടി, അയാൾ നിൽക്കുമ്പോൾ ഞാൻ പിന്നിൽ നിൽക്കും, അയാൾ മുന്നോട്ടാഞ്ഞാൽ ഞാൻ അയാളുടെ കൂടെ മുന്നോട്ട്. അങ്ങനെ ഞാൻ അയാളെ തുടർന്ന് അവസാനം ഇയാൾ മരിക്കുന്നത് വരെ ഞാൻ കൂടെയുണ്ട്. ഒരു ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുന്തത്തിൻ്റെ ഏറുകൊണ്ട് ഇയാൾ താഴെ വീണു. അതിശക്തമായ മുറിവായി. ആ മുറിവിൻ്റെ വേദനയിൽ ഇയാൾക്ക് സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ചെയ്തത് ഞാൻ മാറി നിന്ന് കണ്ടു. തൻ്റെ കുന്തം, ആ കുന്തത്തിൻ്റെ ബാക്ക് ഭാഗം മണലിലേക്ക്
ആഴ്ത്തിവെച്ച് അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം മേലോട്ട് ഉയർത്തി നിർത്തി ആ മനുഷ്യൻ ആ കുന്തത്തിൻ്റെ മീതെ തൻ്റെ വയറ് വെച്ച് അമർന്ന് കിടന്ന് തൻ്റെ വയറിലേക്ക് ആ കുന്തമുനെ തുളച്ചു കയറി ആത്മഹത്യ ചെയ്ത് ഇയാൾ മരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സഹ്ലു ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഓടി വന്നു അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹി ഉഷ്ഹിദു അന്നക റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് അല്ലാഹുവിൻ്റെ ദൂതരാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ മറ്റൊന്നും അങ്ങ് സംസാരിക്കാറില്ലെന്ന് നബിയെ എനിക്ക് ബോധ്യമായി. ആ മനുഷ്യനെ കുറിച്ച് അങ്ങ് നരകവാസിയാണെന്ന് പറഞ്ഞത് തീർത്തും സത്യമായിരുന്നുവെന്ന് നബിയെ ഞാൻ ആ മനുഷ്യനെ കണ്ട് മനസ്സിലാക്കി എന്ന് മഹാനായ സഹ്ലു ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു. ഹബീബായ നബി തങ്ങൾ ആ സമയത്താണ് പറയുന്നത്, ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്നഹ് ഫീമാ യബ്ദു ലിന്നാസ്, നിങ്ങളിൽ ചില ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ജനങ്ങളുടെ കണ്ണിൽ അങ്ങനെയായിരിക്കും. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്, ആളുകളുടെ മുമ്പിൽ ദാനധർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷേ ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങൾക്ക് തോന്നുന്ന വിധം നിങ്ങൾ സ്വർഗവാസികളുടെ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയുണ്ടാകും. വഹുവ മിൻ അഹ്ലിൻ നാർ, എന്നാൽ അയാൾ സത്യത്തിൽ നരകത്തിലേക്ക് പോകുന്നവനായിരിക്കും. വ ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങളുടെ കണ്ണിൽ ഒരുപക്ഷെ നരകവാസികളുടെ കർമ്മങ്ങൾ ചെയ്യുന്ന പോലെ ജീവിക്കുന്ന ആളുകള്. വഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സത്യത്തിൽ സ്വർഗവാസിയായിരിക്കും. എന്നാൽ ജനങ്ങളുടെ മുമ്പിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ചില ആളുകളെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം ഞാൻ പറയുന്നത് ഹബീബിൻ്റെ ഒരു ഹദീസിനെ വ്യാഖ്യാനിക്കുവാനാണ്. ആ ഹദീസ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഹബീബായ നബിയിൽ നിന്ന്, ഇന്ന അഹദകും ലയുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 40 ദിവസം ഇന്ദ്രിയത്തുള്ളിയായിട്ട് നിലനിൽക്കും. ഇന്ന അഹദകും ലയുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ, 40 ദിവസം ഇന്ദ്രിയത്തുള്ളിയായി സ്പേം സൈഗോട്ടായി നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. ثم يكون علقة مثل ذلك, അത് കഴിഞ്ഞാൽ ഒരു 40 ദിവസം രക്തപിണ്ഡമായിട്ട് നിങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിൽക്കുന്നു. 40 ദിവസം സ്പേം സെല്ലായി സൈഗോട്ടായിട്ട് 40 ദിവസം ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ്. ഇവിടെ അബ്ദുസ്സലാം ബാഖവി ഉസ്താദ് സൂറത്തുൽ അലഖിന്റെ ആദ്യ ഭാഗമാണ് തഫ്സീർ ചെയ്തത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, read in the name of thy Lord who created man from a sensitive drop of blood. മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ചവനാണ് അല്ലാഹു. ചിലയിടത്ത് അല്ലാഹു പറഞ്ഞു സ്പേമിൽ നിന്ന് പടച്ചവനാണ്, ബീജത്തിൽ നിന്ന്. ചിലയിടത്ത് പറഞ്ഞു മിൻ സുലാലത്തിൻ മിൻ തീൻ, from the essence of mud. മനുഷ്യനെ ചെളിമണ്ണിൽ നിന്ന് പടച്ചു. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെ വിവിധ വചനങ്ങളിൽ അള്ളാഹു വിവിധ രീതികളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അലഖ, അലഖെന്ന് പറഞ്ഞാൽ അട്ടയെന്നാണ്. അറബിയിൽ അട്ടക്ക് പറയുന്ന പേരും അലഖ് എന്നാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ ആദ്യത്തെ 40 ദിവസം കഴിഞ്ഞാൽ ഒരു ഭ്രൂണ വളർച്ചയുടെ രണ്ടാമത്തെ 40 ദിവസം ഒന്ന് ലാബിൽ അല്ലെങ്കിൽ സ്കാനിങ്ങിലെടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അട്ടയെപ്പോലെ ശരിക്കും അട്ടയുടെ അതേ രീതിയിൽ ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ അട്ട ചോര കുടിക്കുന്ന പോലെ ഈ പിഞ്ചു പൈതലാവാൻ പോകുന്ന കുഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും. അതിനാണ് അലഖ് എന്ന് ഖുർആൻ പറയുന്നത്.
ഈ പദപ്രയോഗമാണ് ഫ്രഞ്ച് സയൻറ്റിസ്റ്റായിരുന്ന മോറിസ് ബുഖായ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണം വിശുദ്ധ ഖുർആനിലെ അലഖ് എന്ന പദപ്രയോഗമാണ്. മോറിസ് ബുഖായ് അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ ഗ്രന്ഥമുണ്ട്, ദ ബൈബിൾ, ദ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ്. ബൈബിളും ഖുർആനും ആധുനിക ശാസ്ത്രവും. അദ്ദേഹം മുസ്ലിമായി ജീവിച്ച ആളാണ് മോറിസ് ബുഖായ്. അദ്ദേഹം അത്ഭുതപ്പെട്ടത് മനുഷ്യനെ അലക്കിൽ നിന്ന് പടച്ചു എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം. അലഖ് രക്തപിണ്ഡമാണ്. ആ രക്തപിണ്ഡവും അലക്കിൻ്റെ അറബ് ഭാഷയിലെ അട്ട എന്ന് പറയുന്ന അർത്ഥവും ആ ഒരു ജീവിയുടെ രൂപവും ഉമ്മയുടെ ഗർഭാശയത്തിലൊരു കുഞ്ഞിൻ്റെ ആ രണ്ടാമത്തെ 40 ദിവസത്തെ രൂപവും അട്ടയെപ്പോലെയാണ്. അട്ട ചോര കുടിക്കും. ഉമ്മയുടെ ഗർഭാശയ ഭിത്തിയിൽ നിന്ന് രക്തം സക്ക് ചെയ്യുന്ന ഒരു കൊച്ചു അട്ട പോലത്തെ ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ കിടക്കുക. ഇതൊരു മുഅ്ജിസത്തായ ഹദീസാണ്. സ്കാനിങ്ങോ അല്ലെങ്കിൽ എക്സ്റേയോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളകം എങ്ങനെ നബി തങ്ങൾ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ വഹ്യും മിനല്ലാഹ്, അള്ളാഹു നൽകുന്ന ദിവ്യബോധനമാണ്. 40 ദിവസം നുത്ഫയായും സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്, വീണ്ടും ഒരു 40 ദിവസം അലഖയായി മാംസപിണ്ഡമായി അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കുന്നു, നിങ്ങളെ രക്തപിണ്ഡമായി സൂക്ഷിക്കുന്നു. സുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക്, പിന്നെ നിങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ എ മോർസൽ ഓഫ് ഫ്ലഷ്, ഒരു മാംസകഷ്ണമായിട്ട് 40 ദിവസം കിടക്കും. ആദ്യം സ്പേം ബീജത്തുള്ളിയായി, പിന്നീട് രക്തക്കട്ടയായി, പിന്നീട് മാംസപിണ്ഡമായിട്ട്. ഈ സ്റ്റേജുകൾ നബി തങ്ങൾ പറയുന്ന എത്ര വലിയ മനോഹരമാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, സുമ്മ യുർസലു ഇലൈഹിൽ മലക് ഫയൻഫഖു ഫീഹി റൂഹ്. ഇത് മാറ്റിയാ ഒന്നുകൂടെ ഷാറാവും. പിന്നെ അള്ളാഹു അവരിലേക്ക് മലക്കിനെ, മാലാഖയെ പറഞ്ഞേക്കും. മനുഷ്യന്റെ ഹ്യൂമൻ പ്രോഗ്രാമിംഗ് നടക്കുന്നത് അപ്പോഴാണ്. അള്ളാഹു റൂഹിനെ പറഞ്ഞേക്കും. റൂഹ് എന്ന് പറയുന്നത് ജീവൻ മാത്രമല്ല. കാരണം ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വരുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫീറ്റസിന്റെ ആദ്യ രൂപത്തിൽ ആ മാംസപിണ്ഡത്തിന് ജീവനുണ്ട്, അത് വളരുന്നുണ്ട്, വളരുകയാണ്. ആദ്യത്തെ 40 ദിവസം, രണ്ടാമത്തെ 40 ദിവസം, മൂന്നാമത്തെ 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ മാലാഖ വരികയും ആ മാലാഖ ആ മാംസപിണ്ഡത്തിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ പറയുന്നത് ശാസ്ത്രലോകം ജനിക്കുന്നതിൻ്റെ, മനുഷ്യന്റെ മുമ്പിൽ ശാസ്ത്രീയ ഗവേഷണ സാധ്യതകൾ തുറക്കപ്പെടുന്നതിൻ്റെയും 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങളുടെ വഹീന്റെ വെളിച്ചത്തിൽ ദിവ്യബോധനം കൊണ്ട് ഒരു പ്രവാചകൻ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളാണിത്. ഹ്യൂമൻ പ്രോഗ്രാമിംഗ് നടക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഒരു മനുഷ്യന്റെ സർവ്വഗുണങ്ങളുടെയും പ്രോഗ്രാമിംഗ് നടക്കുന്ന രംഗമാണ് മാലാഖയെ റൂഹക്കാൻ അള്ളാഹു പറഞ്ഞേക്കുന്ന നേരം. ഇനി പറയുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. 4 വചനങ്ങൾ രേഖപ്പെടുത്താൻ അള്ളാഹു പറയും. 4 എണ്ണം. ബികത്ബി റിസ്ഖിഹി വഅജലിഹി വഅമലിഹി വശഖിയ്യുൻ ഔ സഈദ്. അവന്റെ ഭക്ഷണം, അവൻ എന്തൊക്കെയാണ് ലഭിക്കേണ്ടത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, അവന് കിട്ടേണ്ട സാലറി, അവന്റെ ഇൻകം, അവന്റെ വരുമാനം, അവന്റെ വീട്, അവന്റെ വാഹനം, അവന്റെ കുടുംബം, അവന്റെ സുഹൃത്തുക്കള്, അവന്റെ നാട്ടുകാര്,
ഇതെല്ലാം മനുഷ്യൻ ലഭിക്കേണ്ട സസ്റ്റനൻസ്. അതാണ് റിസ്ക് എന്ന് പറഞ്ഞ. വെറും വായിലൂടെ തിന്നുന്ന ഭക്ഷണം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഖിവാമിന് സാധ്യമാക്കുന്ന, ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് സാധ്യമാക്കുന്നതെല്ലാം മനുഷ്യന്റെ റിസ്ഖാണ്. സുഹൃത്തുക്കൾ ഒരു തരം റിസ്ഖാണ്, ഇൽമ് ഒരു റിസ്ഖാണ്, സമ്പാദ്യം ഒരു റിസ്ഖാണ്, മക്കൾ ഒരു റിസ്ഖാണ്, ഭാര്യ ഒരു റിസ്ഖാണ്, സുഹൃത്തുക്കൾ റിസ്ഖാണ്. ബികത്ബി റിസ്ഖിഹി, മഹാനായ ഹബീബുനാ തങ്ങൾ പറയുമായിരുന്നു, ഇന്നർ റിസ്ഖ ലയതുലുബുൽ അബ്ദ കമാ യതുലുബുഹു അജലുഹു. ഒരു മനുഷ്യന്റെ ആയുസ് ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടുന്ന പോലെ ആ മനുഷ്യന് നിശ്ചയിക്കപ്പെട്ട റിസ്ഖ് ആ മനുഷ്യന്റെ പിന്നാലെ കൂടും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നമുക്ക് കണക്കാക്കിയത് നമ്മുടെ കയ്യിൽ വരും എന്നാണ്. മനുഷ്യൻ ആർത്തി പിടിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് നമ്മളായിട്ട് വേണ്ടാന്ന് വെച്ചാൽ പോലും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ ആലോചിച്ചാൽ എത്ര പിണക്കങ്ങൾ ഒഴിവായി കിട്ടും. എത്ര ആളാ 5 സെന്റ് ഭൂമിക്ക് വേണ്ടി ഉമ്മാനോട് തെറ്റിയത്, വാപ്പയോട് പിണങ്ങിയത്, ജ്യേഷ്ഠനോട് മിണ്ടാണ്ട് നടക്കുന്നത്. ആ പീഡിക റൂം എനിക്ക് കിട്ടിയില്ല, ആ റോഡ് സൈഡിൽ 5 സെന്റ് എനിക്ക് വേണമായിരുന്നു, അതന്നില്ല. ഇതിൻ്റെ പേരിലല്ലേ നാട്ടിലുള്ള പിണക്കത്തിൻ്റെ അടിസ്ഥാനം പൈസയായിരിക്കും അല്ലേ? ഈ പൈസ മുഴുവൻ കൈ കിട്ടിയിട്ട് വല്ലതും നടക്കണുണ്ടോ? ഇതും ഇതിലപ്പുറമുള്ള ആളുകൾ തലവേദന എടുത്തിട്ട് ഓടുകയാണ്, സമ്പത്തുള്ളവർ. നമ്മൾ വിചാരിക്കുക 10 സെന്റ് കിട്ടിയാൽ എൻ്റെ പ്രശ്നം തീർന്നേനെ. തീരില്ല മുഅ്മിനെ, നിൻ്റെ പ്രശ്നം ആരംഭിക്കുകയുള്ളൂ. അതിനാ നമ്മൾ ഈ പിണക്കം. നിങ്ങൾക്ക് അല്ലാഹു കണക്കാക്കിയിരുന്നോ ജനങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ മനസ്സിൽ, ജനങ്ങളുടെ ഖൽബുകൾക്കിടയിലൂടെ അത് നിങ്ങളുടെ കൈകളിലെത്താനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരും. പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? ബികത്ബി റിസ്ഖിഹി, 4 മാസം പ്രായമാകുമ്പോഴേക്കും അള്ളാഹു അത് രേഖപ്പെടുത്താൻ പറയാണ്. നമ്മൾ അധ്വാനിക്കണം. സ്വഹാബികൾ ചോദിച്ചു, നബിയെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലിരുന്നാൽ പോരെ? ഇഅ്മലു അലാ ശാക്കിലത്തിക്കും ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ കഴിവിന്റെ പരമാവധി അധ്വാനിക്കണം. യു ഹാവ് ടു സ്ട്രൈവ്, കഠിനാധ്വാനം ചെയ്യണം. പക്ഷേ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നത് പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ച് അവൻ കണക്കാക്കിയത് മാത്രമായിരിക്കും. ബികത്ബി റിസ്ഖിഹി. പിന്നെ പറഞ്ഞു വഅജലിഹി, അവൻ്റെ ആയുസ് എത്രയാണ്, എത്രാമത്തെ വയസ്സിൽ മരിക്കണം. നമ്മളാരും ഉറപ്പിക്കേണ്ട. 80-85 വരെയൊക്കെ പോകുന്നുണ്ടല്ലോ. എല്ലാ റോഡും അങ്ങോട്ട് എത്തൂല. ചില റോഡൊക്കെ റോഡ് പണിക്ക് വേണ്ടി ക്ലോസ് ചെയ്യും. 80 വരെ പോകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ജനിച്ച അന്ന് ബാങ്കും ഇഖാമത്തും കൊടുത്തിരിക്കുകയാണ് ഒരു നിസ്കാരത്തിന്. അതേതാ നിസ്കാരം എന്നറിയോ? മരിച്ചാലുള്ള നിസ്കാരം. ജനാസക്ക് ബാങ്കും ഇഖാമത്തുമില്ല, അത് ആദ്യം കൊടുത്തു കഴിഞ്ഞു ജനിച്ചപ്പോഴേ. ഇനി എപ്പോഴും മരിക്കാം. അങ്ങനെ ഒരു ലെവലിൽ ഓടുന്ന വാഹനമാണ് നമ്മുടേത്. ഇതങ്ങ് മനസ്സിലാക്കിയാൽ കുറേയേറെ മനുഷ്യൻ്റെ ആർത്തിയും ഇല്ലായ്മയുടെ വല്ലായ്മയുടെ പേര് പറഞ്ഞ് നമ്മൾ അടിക്കുന്ന ടെൻഷനും അസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ്റെ ആയുസ്, മനുഷ്യന്റെ സസ്റ്റനൻസ് എന്തൊക്കെ ലഭിക്കണം അത്. വഅമലിഹി, മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയരുത്. നമുക്ക് സ്വബോധം അല്ലാഹു നൽകിയിട്ട്, നമുക്ക് ഓരോരുത്തർക്കും ബോധം നൽകിയിട്ടുണ്ട്. നന്മ തിന്മകളെ മനസ്സിലാക്കാനുള്ള സംവിധാനം, നന്മ തിന്മകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ തലച്ചോറിൽ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ബുദ്ധിയുണ്ട് ഇല്ല എന്നല്ലല്ലോ. മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ. കുറെ പുല്ലും കുറെ കമ്പിക്കൂടും കൊടുത്താൽ അവർ കമ്പിക്കൂട് കടിക്കാൻ പോവില്ല. അവർ പുല്ലേ തിന്നു, കമ്പിയുടെ അടുത്ത് തിന്നാൻ പോവില്ല. അവർക്കറിയാം അത് തിന്നാനുള്ളതല്ല എന്ന്. അവർക്ക് ബുദ്ധിയുണ്ട്. പിന്നെ അവർക്കും നമുക്കും, അവർക്കില്ലാത്ത നമുക്കുള്ളത്, അവർക്ക് സത്യവും അസത്യവും അവർക്കറിയില്ല. അവർ ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇണ ചേർന്നെന്ന് വരും. അവർക്കറിയില്ല ഇത് മോശമാണെന്ന്. പക്ഷെ മനുഷ്യനറിയണം. മനുഷ്യനെ പഠിപ്പിച്ചു വിശുദ്ധ ഖുർആനും വിശുദ്ധ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും. മനുഷ്യന് നന്മതിന്മകൾ അറിയാൻ കഴിയണം. ഇന്ന് ലോകത്ത് നടക്കുന്ന പല സംവിധാനങ്ങളും മനുഷ്യനെ മൃഗമാക്കാനുള്ളതാണ്, മനുഷ്യനാക്കാനുള്ളതല്ല. ആണും പെണ്ണൊക്കെ അങ്ങനെ അഴിഞ്ഞാടി നടന്നാലും മതി. മനുഷ്യന് അങ്ങനെ ഒരു പ്രൈവറ്റ് പാർട്ട് എന്ന് പറഞ്ഞ സംഗതി ഇല്ല. അതൊക്കെ പബ്ലിക് തന്നെയാണ്. വ്യംഗ്യമായിട്ടെങ്കിലും ഇതാണ് മനുഷ്യനെ വിളിച്ചു പറയുന്നത്. നമ്മുടെ സ്ത്രീ സമൂഹത്തെ തെരുവിലേക്ക് ഇറക്കാനുള്ള ചില ആളുകളുടെ വെമ്പലിന്റെ പിന്നിൽ ഇതുപോലെയുള്ള ഒരുതരം ഫ്രീ തിങ്കിങ് ആണ്. സംസ്കാരമോ മനുഷ്യത്വമോ മുന്നിൽ കാണാതെയുള്ള തങ്ങളുടെ തലയിൽ തോന്നുന്ന ചില ആശയം സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി
അവർ പ്രചരിപ്പിക്കുകയാണ് എന്ന് സാരം. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം വേണം എല്ലാ നിലക്കും. അതിനാണ് ഇവിടെ വിശുദ്ധ വചനങ്ങളെ സർവശക്തൻ ഇറക്കി തന്നത്. 4 മാസം പ്രായമാകുമ്പോഴേക്കും അവന്റെ ഭക്ഷണവും അവന്റെ ആയുസ്സും അവന്റെ കർമ്മങ്ങളും ബുദ്ധി നൽകിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ മനുഷ്യന് നൽകുകയും ചെയ്തതിന് ശേഷം സത്യവും അസത്യവും അവന് കേൾക്കാനും അറിയാനും അവസരമുണ്ടായതിൽ പിന്നെ അവൻ സത്യത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുമോ ദുർമാർഗം തിരഞ്ഞെടുക്കുമോ എന്ന് അല്ലാഹുവിനറിയാം. ആ അറിവ് അല്ലാഹു രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണം പറയല്, ഇതല്ല നമ്മുടെ വിഷയം, പക്ഷേ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി പറയുന്ന അതിന് ശേഷം വരുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ ഒന്നുകൂടെ ചിലക്ക് സംശയം വരും. അങ്ങനെ അല്ലാഹു തആല ഔ ശഖിയ്യുൻ ഔ സഈദ്, നാലാമത്തേത് അതാണ്. നമ്മൾ ജയിക്കുമോ പരാജയപ്പെടുമോ, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമായിരിക്കെ അത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നടക്കൂ. അപ്പൊ നമുക്കൊരു സംശയം വരും, എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ ഞാൻ നിസ്കരിക്കുന്നത്? എന്നാ പിന്നെ എന്തിനാ ഞാൻ നോമ്പെടുക്കുന്നത്? എന്തിനാ പിന്നെ ഞാൻ കള്ളുടിക്കാണ്ട് വ്യഭിചരിക്കാതെ എൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ഞാൻ എന്തിനു നടക്കണം? ഞാനും മറ്റുള്ളവരെ പോലെ അങ്ങ് ജീവിച്ചു തീർത്താൽ പോരെ? എന്തായാലും പടച്ചോൻ കണക്കാക്കിയതല്ലേ നടക്കൂ. ഇത് സ്വഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു ബസ് ഓടുന്ന റൂട്ടാണല്ലേ. അങ്ങ് കുന്നംകുളത്ത് നിന്ന് എവിടെ വരെ പോകും? ഈ റോഡ് പൊന്നാനിക്കെത്തും അല്ലേ? പൊന്നാനി എത്തും. പിന്നെ പൊന്നാനി പിന്നെ മംഗലാപുരം ബോംബെക്ക് എത്തുമല്ലോ. ഒരു കണ്ടെയ്നർ ഇവിടെ നിന്ന് വരുന്നു എന്ന് വിചാരിക്കുക. കുന്നംകുളത്ത് നിന്ന് ഉമ്മയും ബാപ്പയല്ലാത്ത എല്ലാം കോപ്പി അടിക്കാൻ പറ്റുന്ന നാടെന്നാ പറയലിട്ടോ. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഏറെക്കുറെ ഒരുപാട് മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട് അല്ലേ. ഒരു കണ്ടെയ്നർ ഫുൾ സാധനം എന്തോ നമ്മുടെ കുന്നംകുളത്ത് നിന്ന് കയറി പോവാണ്. ഒരു ട്രക്ക് കയറി പോകുന്നു എന്ന് സങ്കല്പിക്കുക. അത് വടക്കേക്കാട് വഴി അങ്ങനെ തൊട്ടടുത്ത സിറ്റി ഏതാ? ആൽത്തറ വഴി അങ്ങ് പുതുപൊന്നാനി, അങ്ങ് പൊന്നാനി വഴി അങ്ങ് കടന്നു പോകും. ചമ്രവട്ടം പാലം കഴിഞ്ഞ് പോവാണ്. ഈ ട്രക്കിനെ സംബന്ധിച്ച് ശരിക്ക് ബോധ്യമുള്ള ഒരു മെക്കാനിക് എഞ്ചിനീയർ ആ ട്രക്കിൻ്റെ ബ്രേക്കും അതിൻ്റെ ഗിയറും അതിൻ്റെ എൻജിൻ കപ്പാസിറ്റിയും ടയറിൻ്റെ മൈലേജും ഒക്കെ നോക്കിയിട്ട് സെറ്റപ്പൊക്കെ നോക്കിയിട്ട് അയാൾ കുന്നംകുളത്ത് നിന്ന് വിടുമ്പോഴേ ഡ്രൈവർ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇദ്ദേഹം ഒരു കടലാസിൻ്റെ അകത്ത് എഴുതി വെച്ചൊരു പേപ്പറിൽ ഈ വാഹനം ഈ പൂർ കണ്ടീഷനിലാണ് പോകുന്നത്, ഇറ്റ് വിൽ ബ്രേക്ക് ഡൗൺ അറ്റ് കാലിക്കറ്റ്. കോഴിക്കോട് എത്തുമ്പോൾ ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും. അയാളത് എഴുതിയിട്ട് തൻ്റെ പോക്കറ്റിലിട്ടു. ഡ്രൈവർ വണ്ടി എടുത്ത് വിട്ടു. ഡ്രൈവർ ഇത് ചെക്ക് ചെയ്യേണ്ട ആളാണ്. ടയർ എങ്ങനെയുണ്ട്, ബ്രേക്ക് എങ്ങനെയുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യേണ്ട ആൾ. അതൊന്നും ചെയ്യാണ്ട് ആൾ വണ്ടി വിട്ടു. പറഞ്ഞ പോലെ കോഴിക്കോട് ചെന്ന് ചാലിയത്ത് ചെന്ന് ഈ വാഹനം ചെന്ന് കയറുമ്പോഴേക്കും അവിടെ ഒരു ഗുരുതരമായ ആക്സിഡൻ്റായി ഈ വാഹനം അപകടത്തിൽപ്പെടാണ്. അപ്പോൾ ഈ എഞ്ചിനീയർ പേപ്പർ പുറത്തെടുത്തു. ഇത് ഞാൻ നേരത്തെ എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ ഇയാളെ കളിയാക്കി ആക്ഷേപിക്കുകയാണ്. നിങ്ങളാ എഴുതി വെച്ചത് കൊണ്ടാണ് ഈ വാഹനം ഇവിടെ തകർന്നത്. എന്തിനെ നിങ്ങൾ എഴുതി വെച്ചത് എന്ന് അയാളോട് ചോദിച്ചാൽ അത് എത്രത്തോളം മണ്ടത്തരമാണ്. വലില്ലാഹിൽ മസലുൽ അഅല. അള്ളാഹുവിൻ്റെ വിഷയം ഇതുപോലെയും ഉദാഹരിക്കാൻ കഴിയില്ല. അള്ളാഹു അങ്ങനെ രേഖപ്പെടുത്തി അവൻ അറിയാവുന്ന വിഷയം ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ഇരിക്കെ നമുക്ക് ബുദ്ധിയും സ്വബോധവും തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അള്ളാഹുവിനറിയാം. നമ്മൾ എന്തിനാ അസൂയപ്പെടണം? അത് അള്ളാഹുവിൻ്റെ അറിവാണ്. പക്ഷെ നമുക്കറിയില്ല നമ്മളെപ്പറ്റി എന്താ രേഖപ്പെടുത്തപ്പെട്ടത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് അള്ളാഹുവിനറിയാം. ഭാവിയും ഭൂതവും വർത്തമാനവും അള്ളാഹുവിൻ്റെ കണക്കിൽ ഒരുപോലെയാണ്. സൃഷ്ടികൾക്കല്ലേ കഴിഞ്ഞ കാലം വരാനുള്ളത്. അള്ളാഹുവിനെല്ലാം ഒരുപോലെയാണ്. ഹാദിറും മാദിയും മുസ്തഖ്ബിലും അള്ളാഹുവിന് ഒരുപോലെയാണ്. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓൾ അലൈക്ക് വിത്ത് അള്ളാഹ്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അറിവ് രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നല്ല നമ്മളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അള്ളാഹ് ആക്കി വെച്ചു എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളായിട്ട് അങ്ങ് അഴിച്ചുവിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും അത് അള്ളാഹ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അലീമാവാതെ വരില്ലേ? അലീം അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ്. ദ ഓൾ നോയിങ്. അള്ളാഹുവിനെല്ലാം അറിയാം. അള്ളാഹു അത് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു, അത്രയേ ഉള്ളൂ. എന്നല്ല നമ്മളെ ഈ മണ്ണുകൊണ്ട് പടക്കപ്പെട്ട നമ്മൾ
സ്വമേധയാ നമ്മളെ അള്ളാഹു നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പടച്ചവരല്ല, നമ്മുടെ കർമ്മങ്ങളാൽ നമ്മളത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇഖ്ബാലിന്റെ ഒരു മനോഹരമായ കവിതയുണ്ട്. അമൽ സേ ജിന്ദഗി ബൻചി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി ये खाकी अपनी फितरत में न नूरी है न नारी है अमल से जिंदगी बनती है जन्नत भी जहन्നം भी. അല്ലേ, എല്ലാവർക്കും ഉറുദു അറിയും. ഹിന്ദി സീരിയലിലെ പെണ്ണുങ്ങളൊക്കെ കാണേണ്ടത് പിന്നെ എങ്ങനെ അറിയാണ്ടിരിക്കുക? ഹിന്ദി സിനിമ മലയാളമൊക്കെ പോയി തോന്നുന്നുണ്ട് ഇപ്പോൾ. യഹാഖി മണ്ണ് കൊണ്ട്, ഖാക്ക് എന്ന് പറഞ്ഞ മിട്ടി, മണ്ണ്. നമ്മൾ ജന്മനാ നമ്മുടെ ഫിത്രയിൽ അള്ളാഹു നമ്മളെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആക്കി വെച്ചതല്ല. നമ്മുടെ കർമ്മങ്ങളാൽ നമ്മൾ എന്തായി തീരുമെന്ന് അള്ളാഹുവിനറിയാവുന്നത് അള്ളാഹു രേഖപ്പെടുത്തി എന്നല്ലാതെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അള്ളാഹു എന്തിന് പ്രവാചകന്മാരയക്കണം, എന്തിന് വേദഗ്രന്ഥങ്ങൾ ഇറക്കണം, എന്തിന് അള്ളാഹു ജ്ഞാനം നൽകണം? അള്ളാഹു അങ്ങനെ ഒരാളെയും നരകത്തിലേക്ക് ആക്കിയതല്ല, മനുഷ്യനായിട്ട് തെരഞ്ഞെടുത്തതാണ്. ഈ 4 വിഷയങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കെ മാലാഖയോട് അല്ലാഹു എഴുതി വെക്കാൻ പറയുന്നുണ്ട്. ഇനി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നോക്കുക, ഫവല്ലദി ലാ ഇലാഹ ഗൈറുഹു, സർവേശ്വരനായ അല്ലാഹു, ആരാധനക്കർഹനായവൻ അവനൊരുത്തൻ മാത്രമല്ലേ ഉള്ളൂ, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, നിങ്ങളിൽ ചില ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ പ്രവർത്തനം ചെയ്യും. എങ്ങനെ? ഫീമാ യബ്ദു ലിന്നാസ്, നേരത്തെ പറഞ്ഞ ഹദീസ്. ജനങ്ങൾക്ക് കാഴ്ചയിൽ കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സ്വർഗവാസികളുടെ പ്രവർത്തനങ്ങളാണ്. പക്ഷേ മനസ്സിന്റെ ഉള്ളിലെവിടെയോ നമ്മൾ അവിശ്വാസമോ ആളുകളെ കാണാൻ വേണ്ടിയോ ദുരഭിമാനമോ ഐഹിക ലാഭമോ നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടായിരിക്കാം. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ആള് പള്ളിയുടെയൊക്കെ പ്രവർത്തകനാണ്, മസ്ജിദിൽ വരുന്ന ആളാണ്, സത്യസന്ധന, കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടക്കാൻ മരണത്തിന്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ഒരു മുഴം മാത്രമേ ഇനി ദൂരമുള്ളൂ. സ്വർഗത്തിലേക്കെത്താൻ ഒരു മുഴം കടക്കാനുള്ള സമയമേ ആയുസ്സിൽ ബാക്കിയുള്ളൂ. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, ആ രേഖപ്പെടുത്തപ്പെട്ട രേഖ മുൻകടക്കുകയും ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, നരകവാസികളുടെ പ്രവർത്തനങ്ങൾ അയാൾ ചെയ്യുകയും ഫയദ്ഖുലുഹാ, അയാൾ നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം പ്രത്യക്ഷത്തിൽ ജനങ്ങളുടെ മുമ്പിൽ സ്വർഗവാസികളുടെ ജോലിയാണ് ചെയ്തത്. അല്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ഹൃദയശുദ്ധിയും ഇഖ്ലാസുമുള്ള ഒരാളെ മരണസമയത്ത് അള്ളാഹു കൈവിടിയില്ല. ഹാഷാലില്ല, അതല്ലാഹു ചെയ്യില്ല. മരണം വരെ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരാളെ മരണസമയത്ത് അള്ളാഹു കൈവടിയുകയോ? ഹാഷാലില്ല, അതൊരിക്കലും നടക്കില്ല. പിന്നെ പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് അങ്ങനെയാ തോന്നിയത്, സ്വർഗവാസിയാണ്. നോക്കുമ്പോൾ ഇയാൾ ഉള്ളിൽ വിശ്വാസമൊന്നുമില്ലാതെ ജീവിച്ച ആളാണ്. അങ്ങനെ ആ രേഖ പോലെ രേഖപ്പെടുത്തപ്പെട്ട നരകവാസിയാണെന്നാണ്. പക്ഷെ ജനങ്ങളുടെ കണ്ണിൽ സ്വർഗവാസിയായി ജീവിച്ചു. മരിക്കാൻ നേരത്തെ ഒരു ചാൺ, അതായത് മരിക്കാൻ അര ദിവസമുള്ളൂ, ആ സമയം വെച്ച് അയാൾ നിരീശ്വരവാദം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത് അവിശ്വാസത്തിലൂടെ നരകത്തിലേക്ക് കടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ സാരത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതാണ് ശൂന്യ നിമിഷത്തെക്കുറിച്ച് ചില വ്യാകുലതകൾ എന്ന് നാം ടൈറ്റിൽ കൊടുത്തത്. എന്തായിരിക്കും നമ്മുടെ ആ ശൂന്യ നിമിഷമെന്ന് അള്ളാഹു നമുക്കത് നന്നാക്കി തരട്ടെ. കാരണം ജീവിതത്തിൽ ഒരാൾക്കും അഭിമാനിക്കാൻ കഴിയില്ല മരിക്കുന്നവരെ ഒരാൾക്കും ഞാൻ ഉഷാറാണ്, ഞാൻ സ്വർഗവാസിയാണെന്നോ ഇതൊന്നും ഒരു ഡയലോഗും ആർക്കും പറയാൻ കഴിയില്ല. എന്താണ് അതിൻ്റെ അവസ്ഥയെന്ന് അള്ളാഹുവിനെ അറിയൂ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിന്നാർ ഹത്താ മാ യകൂന ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഅ്. നിങ്ങളിൽ ചില ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, പ്രത്യക്ഷമായ ചില ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ നരകവാസിയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ അയാൾ ഒറ്റക്കിരുന്ന് കരയുന്നവനാണ്,
നിസ്കാരം നിർവഹിക്കുന്ന ആളാണ്. പ്രത്യക്ഷത്തിൽ കാണും വിചാരിക്കും നിസ്കരിക്കാറില്ല എന്ന്. അയാൾ നിസ്കരിക്കുന്നുണ്ട്, ആളുകൾ കാണാത്തത് കൊണ്ടായിരുന്നു. ജനങ്ങളുടെ കണ്ണിൽ അയാൾ നരകവാസിയാണ്. അങ്ങനെ മരണമാസന്നമാകാൻ എടുക്കുമ്പോൾ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അല്ലാഹുവിന്റെ രേഖ മുൻകടക്കുകയും ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസികളുടെ പ്രവർത്തനങ്ങൾ അയാൾ ചെയ്യുകയും ഫയദ്ഖുലുഹാ, അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു അബീ റുവാദ് റളിയല്ലാഹു അൻഹു കള്ളുകുടിയനായൊരു മനുഷ്യന്റെ അരികത്ത് വന്ന് ആ മനുഷ്യൻ ലോകത്തോട് വിട പറയുന്നൊരു കഥ പറയുന്നുണ്ട്. ആ മനുഷ്യനോട് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മദ്യപിച്ചിരുന്ന ആളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേ എന്ന് പറഞ്ഞപ്പോ ഹുവ കാഫിറുൻ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനതൊന്നും വിശ്വസിക്കുന്ന ആളല്ലല്ലോ എന്ന് വിളിച്ചു പറയുകയും ആ ഒരു മരണം അവിശ്വാസത്തിലായി മരിക്കുകയും ചെയ്തതിൽ മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു അബീ റുവാദ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മുൻഗാമികളിൽ പ്രഗൽഭനായ പണ്ഡിതനാണ്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി സദൂഖുൻ, സത്യസന്ധനാണ് എന്ന് പറയുന്ന ഹദീസിന്റെ റാവിയാണ് ഈ മഹാൻ അബ്ദുൽ അസീസ് ഇബ്നു അബീ റുവാദ് റളിയല്ലാഹു അൻഹു. ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഇഹ്ദറുൽ മആസി വൽ ഇസ്റാർ അലൈഹാ, പാപങ്ങൾ നിങ്ങൾ ഭയപ്പെടണമേ, പാപങ്ങൾ നിരന്തരമായി ചെയ്യുന്നത്, ഒരിക്കൽ ചെയ്തു 2-3 തവണ ദിനേന നിരന്തരമായി പാപങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഭയപ്പെടണമേ, ഭയപ്പെടണമേ. ഫഇന്നഹാ തൂജിബു ലിൽ അബ്ദി സൂഅൽ ഖാതിമ, കാരണം മരണസമയത്ത് മോശമായി മരിക്കേണ്ട ദുരവസ്ഥ വന്നു ചേരും നിരന്തരം തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക്. എന്ന് ഭയപ്പെടണമേ, ഭയപ്പെടണമേ, ശ്രദ്ധിക്കണമേ എന്ന്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മഹാനായ അബാൻ ഇബ്നു അബീ അയാഷ് റളിയല്ലാഹു തആല അൻഹു ഒരനുഭവം പറയുന്നുണ്ട്. മഹാനായ അബാൻ ഇബ്നു അബീ അയാഷ് റളിയല്ലാഹു അൻഹു, അബാൻ കുട്ടികൾക്കൊക്കെ ആൺകുട്ടികൾക്കൊക്കെ പേരിടും, അബാൻ ഒരു മഹാന്റെ പേരാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ഇവര്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബസ്റയിലുണ്ടായിരുന്ന കാലത്ത് മഹാനായ സുഹാബിയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ കേട്ടുപഠിച്ച മഹാനാണ് അബാൻ ഇബ്നു അബീ അയാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ഹദീസുകളുടെ റാവി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഹദീസുകൾ മഹാന്മാർ സ്വീകരിക്കാതെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓർമ്മപ്പിശക് പിന്നീട് ഉണ്ടായ കാരണം കൊണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം വളരെ സത്യസന്ധനായ മഹാനാണ്, വളരെ സത്യസന്ധനായ സിഖത്തുൻ അദ്ലുൻ സദൂഖുൻ എന്ന മഹാന്മാർ തർജമയുടെ ആലിമീങ്ങളൊക്കെ പറയുന്ന മഹാനാണ് അബാൻ ഇബ്നു അബീ അയാഷ് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് എന്നവരുടെ ശിഷ്യൻ കൂടിയാണ്. അനസ് റളിയല്ലാഹു അൻഹു അന്ന് ബസ്റയിലുണ്ടായിരിക്കെ ളുഹർ നിസ്കാരം കഴിഞ്ഞ് അനസ് തങ്ങളുടെ മജ്ലിസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അബാൻ ഇബ്നു അബീ അയാഷ് റളിയല്ലാഹു അൻഹു ഒരു ജനാസ പോകുന്നത് കണ്ടു. ബസ്റയുടെ അങ്ങാടിയിലൂടെ ഒരു ജനാസ പോകുന്നു. ആ ജനാസയ്ക്ക് ആകെ 4 ആളേ ഉള്ളൂ. പറഞ്ഞു, യാ അല്ലാഹ്, ഇതെന്തത്ഭുതം, 4 ആള് മയ്യത്ത് കട്ടിൽ പിടിക്കാൻ, മുമ്പിലും ബാക്കിലും ആളില്ല. അതും ബസ്റയിലൂടെ. ബസ്റ എന്നത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ്. ഇറാഖൈൻ എന്നാണ് കിതാബിലൊക്കെ പറയുക. 2 ഇറാഖ്, ഇറാഖൈൻ കാന അമീറൻ അലൽ ഇറാഖൈൻ എന്ന് പറയും. അതായത് കൂഫയും ബസ്റയും. കൂഫ ഒരു ഇറാഖാണ്, ബസ്റ ഒരു ഇറാഖാണ്. ഇന്ന് ഇത് 2ഉം ഇറാഖിന്റെ ഭാഗമാണ്. പക്ഷെ അന്ന് ഓരോന്നും ഒരു ഇറാഖായിട്ട് കണക്കാക്കപ്പെടുന്ന. അതുകൊണ്ടാണ് കാന വാലിയൻ അലൽ ഇറാഖൈൻ, അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ സഹോദരൻ ഇറാഖൈനിയുടെ ഭരണാധികാരിയായിരുന്നു എന്ന് പറയും. നമുക്ക് വഴി വരാനുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം. ഇരിക്കട്ടെ, ബസ്റയിലൂടെ ഇങ്ങനെ 4 ആൾ നോക്കുമ്പോൾ 4 ആളെയും കൂലിക്ക് വിളിച്ചതാണ്. 4 ആളും കൂലിക്ക് വന്ന ആൾക്കാരാണ് ഈ മയ്യത്ത് കട്ടിൽ പിടിക്കാൻ. ബന്ധുക്കളല്ല, മക്കളല്ല, നാട്ടുകാരുമല്ല. 4 ആൾ അങ്ങനെ 4 ബംഗാളികളെ വിളിച്ചു. അങ്ങനെ അവർ കൂട്ടിക്കൊണ്ടുപോകാൻ, മറവയ്യാൻ കൊണ്ടുപോകാൻ സങ്കല്പിച്ചോളൂ. നാട്ടുകാരുമില്ല. മഹാനായ അബാൻ എന്നവർക്ക് വലിയ വിഷമം തോന്നി. അദ്ദേഹം പിന്നാലെ ചെന്നു, പടച്ചോനെ, ഒരു മയ്യത്തിന് 4 ആളല്ലേ ഉള്ളൂ, എന്ത് വിഷമാണ്. മയ്യത്ത് കട്ടിലൊക്കെ പിടിച്ചു. അങ്ങനെ അവിടം വരെ എത്തി, മറവ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല കൂട്ടരെ, ഇതെന്താ കഥ, വേറെ ആരും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഈ കുട്ടിയുടെ ഉമ്മ ഞങ്ങളെ വിളിച്ചതാണ്, ഞങ്ങൾക്ക് കൂലി തരാന്ന് പറഞ്ഞു. ഞങ്ങൾക്കും അറിയില്ല ഇവൻ ആരാണ്. ആ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു, ഇതാ ഒരു മയ്യത്ത് നിങ്ങൾ മറവ് ചെയ്യണം,
എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നതാണ്. ചോദിച്ചു, അബാൻ എന്നവർ ചോദിച്ചു, എന്താണ് കഥ? പറഞ്ഞു, നമുക്ക് ആ ഉമ്മയോട് പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ ഒരുമിച്ച് ബസ്രയിൽ ആ ഉമ്മയുടെ അരികത്തേക്ക് വരികയാണ്. ഉമ്മയോട് ചെന്ന് ചോദിച്ചു, ഉമ്മ, നിങ്ങളെ മകനല്ലേ മരിച്ചതെന്ന് ചോദിച്ചു. അതേ, എൻ്റെ മകനാണ്. പക്ഷെ ഒരുപാട് കുരുത്തക്കേട് ജീവിച്ച മോനാണ്, ഒരുപാട് ദുൽമ ചെയ്ത് ജീവിച്ച മോനാണ്. പാപങ്ങളും തെറ്റുകളും. നാട്ടിലൊക്കെ ആള് നൊട്ടോറിയസ് ആണ്, ഫേമസ് അല്ല, നൊട്ടോറിയസ്, കുപ്രസിദ്ധനാണ്. ഫേമസ് എന്ന് പറഞ്ഞുകൂടാ, സുപ്രസിദ്ധിക്കാണ് ഫേമസ് എന്ന് പറയാം അല്ലേ. ആള് നൊട്ടോറിയസ് ആണ്, കുപ്രസിദ്ധനാണ്. എൻ്റെ മോൻ മരണപ്പെട്ടാൽ ആരും മയ്യത്തെടുക്കാൻ വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ എൻ്റെ മകൻ അവസാന കാലം എന്നോടൊരു കാര്യം പറഞ്ഞു. ആ ഉമ്മ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. ഇവർ ചെന്ന് നോക്കിയപ്പോൾ താബിഈയായ അബാൻ ഇബ്നു അബി അയാഷ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഈ സംഭവം പറയുന്നത്. ആ ഉമ്മ പറഞ്ഞു, എൻ്റെ മോന് മരണമാസന്നമാകുന്ന രോഗം വന്നപ്പോ, മകൻ രക്ഷപ്പെടില്ലെന്ന് മകന് തോന്നിയപ്പോ മകൻ എന്നോട് പറഞ്ഞു, യാ ഉമ്മാ, ഉമ്മാ, ഇദാ മിത്തു ഫലഖിനീനി കലിമത്ത തൗഹീദ്. ഞാനെങ്ങാനും മരണമാസന്നമായി കിടക്കുമ്പോൾ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വചനം ഉമ്മാ നിങ്ങൾ ചൊല്ലിത്തരണം. ഞാനത് പറയുകയും കലിമ ചൊല്ലി മരിക്കുകയും ചെയ്താൽ ഫളഈ ഖദമകി അലാ ഖദ്ദി, ഉമ്മാ നിങ്ങളുടെ കാല് എൻ്റെ കവിളത്തേക്ക് നിങ്ങൾ എടുത്തു വെക്കണം. വഖൂലി, എന്നിട്ട് പറയണം, ഹാദാ ജസാഉഹു, എൻ്റെ മകൻ എന്നോട് ചെയ്ത എല്ലാ ഉപദ്രവങ്ങൾക്കുമുള്ള പ്രതികാരമാണിത് എന്ന് പറഞ്ഞിട്ട് മയ്യിത്തായി കിടക്കുന്ന എൻ്റെ കവിളത്ത് ഉമ്മ നിങ്ങളുടെ കാലുകൊണ്ടൊന്ന് ചവിട്ടണേ. എൻ്റെ മരണം നിങ്ങൾ ആരോടും പറയരുത്. വലാ തുഖ്ബിരി അഹദൻ ബിമൗതി, എൻ്റെ മരണം ആരെയും അറിയിക്കരുത് ഉമ്മ. ഫഹും യഅലമൂന അസ്യാനി, ഞാൻ പാപിയായി ജീവിച്ചത് അവർക്കൊക്കെ അറിയുമല്ലോ. അറിഞ്ഞതിന്റെ പേരിൽ വലൻ യഷ്ഹദു ജനാസതി, അവരാരും എൻ്റെ ജനാസയെ അനുഗമിക്കാൻ വരികയുമില്ല. സുമ്മ ഇദാ ദുഫിൻതു, ഉമ്മ ഞാൻ മറവ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞാൽ ഫർഫഈ യദൈകി ഇലല്ലാഹി വഖൂലി, ഉമ്മ നിങ്ങൾ എൻ്റെ ഉമ്മയാണ്. ഉമ്മയോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് വീഴ്ച വരുത്തിയ ആളായിരുന്നു ഞാൻ. ഉമ്മ നിങ്ങളുടെ മഹത്വം ഞാൻ അറിയാൻ വൈകിപ്പോയി. എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ഇറക്കണം. എൻ്റെ മറവ് കഴിഞ്ഞാൽ, എന്നെ ഖബറിൽ വെച്ച് മൂടിക്കളഞ്ഞാൽ ഉമ്മ നിങ്ങളൊന്ന് കയ്യുയർത്തി ദുആ ഇറക്കണം. യാ റബ്ബ്, അല്ലാഹുവേ, ഇന്നി റാദിയത്തുൻ അൻ വലദി ഫർള അൻഹു, അല്ലാഹുവേ എൻ്റെ മകനോട് എനിക്ക് തൃപ്തിയായിരുന്നു റബ്ബേ, ഞാൻ എൻ്റെ മകനെ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്, നീയും പൊരുത്തപ്പെട്ട് കൊടുക്കണമേ എന്ന് ഉമ്മ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? അങ്ങനെ മരിച്ച മോനാണിത്. മക്കളെ, ആ മകൻ മരിച്ചപ്പോ ഞാൻ ഈ 4 പേരെ ഞാൻ കൂലിക്ക് വിളിച്ചു മറവ് ചെയ്യാൻ. ഈ നാട്ടിലെ കുപ്രസിദ്ധനായ, വളരെ വില്ലാളി വീരനായി ജീവിച്ച ഒരു കുപ്രസിദ്ധനായ മോശക്കാരനായ മനുഷ്യനായിരുന്നു ഇവന്. എൻ്റെ മോനാണവൻ. പക്ഷേ എന്നോട് ഒരുപാട് ഉപദ്രവം ചെയ്തിട്ടുണ്ട്. അവസാന കാലം അവൻ ഈ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയം തൊട്ടുണർത്തി. അവൻ എന്നോട് ചെയ്യാൻ പറഞ്ഞ കർമ്മങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. മക്കളെ, ഞാനൊന്ന് പറയട്ടെ, ഞാനിന്ന് ചിരിക്കുകയാണ്, ഞാനിന്ന് സന്തുഷ്ടയാണ്. അവർ ചോദിച്ചു, മല്ലദീ യുദ്ഹികുകി യാ അമതല്ലാഹ്. അബാൻ ഇബ്നു അബി അയാഷ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ നിങ്ങൾ എന്തിനാണ് ഈ സന്തോഷിക്കുന്നത്? ഉമ്മ നിങ്ങളുടെ മകന്റെ മരണത്തിൽ നിങ്ങൾക്ക് ദുഃഖമില്ലേ? എന്താ നിങ്ങൾ സന്തോഷിക്കാൻ കാരണം? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ബഅദ അൻ ദുഫിന റഫഅതു യദി ഇലല്ലാഹി വഖുൽതു, എൻ്റെ മോൻ മരണപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ കൈ ആകാശത്തേക്ക് ഉയർത്തുകയും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. യാ റബ്ബ്, എൻ്റെ രക്ഷിതാവേ, ഇന്നി റാദിയത്തുൻ അൻഹു ഫർള അൻ, എൻ്റെ മകന് ഞാൻ എല്ലാം പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു. അല്ലാഹുവേ, നീയും പൊരുത്തപ്പെട്ട് കൊടുക്കണമേ. ആ സമയത്ത് ഫസമിഅ്തുഹു യുനാദീനി, എൻ്റെ മകൻ എന്നോട് വിളിച്ചു പറയുന്നത് ആത്മാക്കളുടെ ലോകത്ത് നടക്കുന്ന ഒരു സംഭാഷണമുണ്ട്. എൻ്റെ മകൻ എന്നോട് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. യാ ഉമ്മാ, എൻ്റെ ഉമ്മ, ഖദിംതു അലാ റബ്ബിൻ കരീമിൻ റഹീം, കാരുണ്യവാനായ ഔദാര്യവാനായ ഒരു സൃഷ്ടാവിൻ്റെ അരികത്തേക്കാണ് ഞാൻ വന്നത്.
ഗൈരി ഗളബാനിൻ അലയ്യ വലാ സാഖിതു, എന്നോട് കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാത്ത ഒരു സ്രഷ്ടാവിന്റെ മുമ്പിലേക്കാണ് ഉമ്മ ഞാൻ വന്നത്. എന്നെ അല്ലാഹു സ്വീകരിച്ചു, എനിക്ക് മാപ്പ് തന്നു എന്ന് എൻ്റെ മകൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് മഹാനായ അബാൻ ഇബ്നു അബി അയാഷ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ ചെറുപ്പക്കാരൻ്റെ ഉമ്മയുടെ മറുപടി നോക്കണം. അവസാന കാലം വരെ മോശക്കാരനായി ജീവിക്കുകയും മരണമാസന്നമാകുമ്പോഴേക്കും അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു മുഴമേ ബാക്കിയുള്ളൂ, അപ്പോഴേക്കും നന്മയാൽ തിരിച്ചു വരികയും അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യാൻ സൗഭാഗ്യമുണ്ടാകുന്ന ആളുകളുമുണ്ട് എന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശൂന്യ നിമിഷത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, സങ്കടപ്പെട്ടാലും ഇല്ലെങ്കിലും, ഒരു മനുഷ്യന് സൗകര്യങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഇവിടുന്ന് എന്നേക്കുമായി യാത്ര പോകേണ്ട ഒരു യാത്രയുണ്ടെന്നറിയുമ്പോൾ ആ യാത്രയിൽ നമുക്ക് രക്ഷയുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം തുലോം നിസ്സാരമാണ്, അല്ലേ? 60 കൊല്ലം, അതിലിപ്പോൾ എത്രയാണ് നമ്മൾ ജീവിക്കണത്? 60-ലൊരു 40 കൊല്ലെങ്കിലും നമ്മുടെ വിശ്രമവും ഉറക്കും ഇതൊക്കെ ആയിട്ട് പോകും. പിന്നെ വളരെ കുറഞ്ഞൊരു 20 കൊല്ലേ മനുഷ്യൻ്റെ കർമ്മത്തിനുള്ളൂ എന്നാണ്. ആ ഒരു 20 കൊല്ലം, അതായത് 60 ജീവിക്കുന്നവർ, 60 70 ജീവിക്കുന്നവർ ഒരു 20 കൊല്ലം അത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഈ കാണിക്കുന്ന പെടാപ്പാട്. സുബ്ഹാനല്ലാഹ്, പിണക്കങ്ങളും യുദ്ധങ്ങളും കൊലകളും തട്ടിക്കൊണ്ടുപോകലൊക്കെ ഈ 20 കൊല്ലത്തെ ജീവിതത്തിനാണ്. ഈ തട്ടിക്കൊണ്ടുപോകലൊക്കെ എത്രയേ ഉള്ളൂ? 60 എത്തുമ്പോഴേക്കും ആൾ എക്സ്പയർ ആവാനാവും. പിന്നെ വളരെ കുറഞ്ഞൊരു യൗവനം എന്ന് പറഞ്ഞ് എത്ര കുറച്ച് കാലമേ ഉള്ളൂ. മനുഷ്യൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ആലോചിച്ചാൽ എന്തിന്, എത്ര കാലത്തേക്കായി ഇതൊക്കെ കഴിഞ്ഞു? 50 കഴിഞ്ഞാൽ പിന്നെ അസർ കഴിഞ്ഞ് മഗ്‌രിബ് ആവാനായി എന്നാ. 70 ആയിക്കഴിഞ്ഞാൽ ഖുറൂബായി, ആ ഒരു സന്ധ്യാസമയത്തെ ചെമപ്പ് കണ്ടു തുടങ്ങി, ഇനി അസ്തമയം അടുത്തു തുടങ്ങി. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. അള്ളാഹു നമുക്ക് ആയുസ്സിൽ വർധനവും കർമ്മങ്ങൾക്ക് സ്വീകാര്യതയും അള്ളാഹു നൽകട്ടെ. എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ അത് സജ്ജനങ്ങളുടെ അടയാളമാണ്. മുഅ്മിനായി ജീവിച്ച് ഒരു മനുഷ്യനെ നരബാധിച്ചു കഴിഞ്ഞാൽ, ഈമാനികമായൊരു ജീവിതത്തിൽ യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന നരബാധിച്ചാൽ, ആ നര മൻ ശാബ ഫിൽ ഇസ്ലാം, വാർദ്ധക്യം വരുമ്പോഴും അയാൾ സത്യസന്ധനായൊരു വിശ്വാസിയായിരുന്നുവെങ്കിൽ ആ മനുഷ്യന് വാർദ്ധക്യകാലത്ത് യൗവനകാലത്ത് ചെയ്ത കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, ആരോഗ്യക്കുറവുണ്ടെങ്കിലും യൗവനത്തിലെ കർമ്മങ്ങളുടെ അതേ പ്രതിഫലം വാർദ്ധക്യത്തിലും അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന് ഇഷ്ടമാണ് അത്തരം ആളുകളെ. അള്ളാഹു നമ്മുടെ സജ്ജനങ്ങളിലേക്ക് ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂബക്കറിൽ ഫിരിയാബി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഒരു ലോകപ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്, സിഫത്തുൻ നിഫാഖി വദമ്മുൽ മുനാഫിഖീൻ. മഹാനവറുകൾ അതിൽ പറയുന്നുണ്ട് നമ്മുടെ മുൻഗാമികളുടെ ചില കരച്ചിലുകൾ. മാ അല ദുനൂബി അബ്കി, ഞാൻ കരയുന്നത് എൻ്റെ പാപങ്ങളെ ഓർത്തുകൊണ്ടല്ല. ഇന്നമാ അഖാഫു അലാ ഈമാനി അൻ യദ്ഹബ്, എൻ്റെ മരണസമയത്ത് എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ഞാൻ. നമ്മൾ അറിയണം, വിശ്വാസം വളരെ വളരെ കനപ്പെട്ടതാണ്. വിശ്വസിക്കണമെങ്കിൽ ഖുർആനിൻ്റെ വിഷയങ്ങളെ മനസ്സിലാക്കി ബോധിക്കണം. ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാവണം. മുത്തുനബി തങ്ങൾ സത്യസന്ധരായ പ്രവാചകരാണെന്ന് തിരിച്ചറിയണം. എന്നിട്ട് നമ്മുടെ കൽബിൽ വരുന്നൊരു വിശ്വാസമുണ്ട്. ഇസ്ലാമിൻ്റെ വിഷയം വളരെ അത്ഭുതമാണ്. മറ്റേതെങ്കിലും ഒരു മതത്തെ പോലെ കണ്ണുഞ്ഞുമ്മി വിശ്വസിക്കുകയല്ലല്ലോ. നമ്മുടേത് ഓരോന്നും ന്യായ പ്രമാണങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിന് പ്രമാണമുണ്ട്. കമലാ സുരയ്യ, മാധവിക്കുട്ടി എന്ന് അറിയപ്പെട്ടിരുന്ന അവർ ഇസ്ലാം സ്വീകരിച്ചു, അല്ലേ? കമലാ സുരയ്യ, അവർ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഒരു വരി വാക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന വചനമാണ്. ഇസ്ലാം എന്നാൽ ഓരോ അനക്കത്തിനും നിയമമുള്ളത്, അതാണ് ഇസ്ലാം. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇസ്ലാം പഠിച്ചപ്പോൾ ആ മഹദിക്കത് പറയാൻ കഴിഞ്ഞു. അത് തന്നെയാണ്. ഏത് കൈയനങ്ങിയാലും കാലനങ്ങിയാലും ചിന്തനങ്ങിയാൽ പോലും അവിടെ ഇസ്ലാമിൻ്റെ നിയമങ്ങളുണ്ട്. നമുക്കത് എങ്ങനെയാ വേണ്ടത്, എങ്ങനെ പാടില്ല എന്ന്. വല്ലാത്തൊരു വെളിച്ചം അവരുടെ മുഖത്ത് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം, മുസ്ലിമായതിനു ശേഷം
അവരെന്തൊക്കെ കഥയോ കവിതയോ എഴുതിക്കോട്ടെ, എന്തെല്ലാം ഇതിവൃത്തങ്ങളായിക്കോട്ടെ, ഇസ്ലാമായാൽ ഇന്നൽ ഇസ്ലാമ യജുബ്ബു മാ കാന ഖബ്ല, അതിൻ്റെ മുമ്പ് ചെയ്തു പോയ എല്ലാ തിന്മകളും അള്ളാഹു എന്നേക്കുമായി മായ്ച്ചു കളയുമെന്നാണ്. ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ ശുദ്ധയാണ്. ആ മഹദിയുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ഇരക്കുകയാണ്. നമ്മൾ കരയുന്നത് പാപങ്ങളെ ആലോചിച്ചുകൊണ്ടല്ല. ഇന്നദ്ദുനൂബ അഹ്വനു ഇൻദി മിൻ ഹാദിഹി, ഒരു കയ്യിൽ ഒരു ചെറിയ മരക്കമ്പെടുത്തിട്ട് പറഞ്ഞു, ഈ മരക്കമ്പിനോളം എൻ്റെ പാപങ്ങൾ എനിക്ക് നിസ്സാരമാണ്. പക്ഷേ ഞാൻ പേടിക്കുന്നത് എൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്നതാണ്. സത്യവിശ്വാസികളെ, ആരെങ്കിലും ഒരാൾ എനിക്ക് സത്യസന്ധമായ ജീവിതമുണ്ട്, എൻ്റെ ശൂന്യ നിമിഷം, ഞാൻ മരിക്കുന്ന നേരം ഞാനൊരു മുസ്ലിമായിട്ട് തന്നെയായിരിക്കും മരിക്കുന്നത് എന്ന് ആരെങ്കിലും മനസ്സുറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസം പൂർണ്ണമായില്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടെ വളരെ ഗഹനമായ ചർച്ചയുണ്ട് അവിടെ. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയും. അതിനെ സംബന്ധിച്ചുള്ള ആലിമീങ്ങളുടെ പരാമർശങ്ങളും കാണാൻ കഴിയും. നമ്മൾ പേടിക്കണം മരണസമയത്ത് ഈമാൻ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന്. പേടിക്കാൻ കാരണം അള്ളാഹു മനുഷ്യന് നൽകുന്ന മരണം ഭീതിതമായ ഒരു അനുഭവമാണ്. നമുക്ക് പറയാൻ കഴിയും, പക്ഷേ അനുഭവിച്ചവരെ പോലെ അല്ലല്ലോ പറയുന്നത്. പക്ഷേ അനുഭവിച്ചവർ, അല്ലെങ്കിൽ വഹീന്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കൊരു വേദനയും വെപ്രാളവും വന്നാൽ നമ്മൾ ഒരുപക്ഷെ വിശ്വാസം കൈവെടിഞ്ഞ് ഓടിയേക്കും. അങ്ങനെയാണ്. എത്ര ആളുകളുണ്ട് ഏതെങ്കിലും ഒരു ആളുകളുടെ ദുൽമ കൊണ്ട്, ബ്ലാക്ക് മാജിക് പോലെയുള്ള സംഗതികൾ, നമ്മൾ കൂടോത്രം എന്ന് പറയുകയോ സിഹർ എന്ന് പറയുകയോ എന്നൊക്കെ ചെയ്യുന്ന പരിപാടികൾ, അതൊക്കെ ഉള്ളതാണ്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. വളരെ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ ആരുടെയെങ്കിലും അരികത്ത് ചെന്ന് ഒരു 100 രൂപയെ ചെലവുണ്ടാവുള്ളൂ, ഒരു മനുഷ്യന്റെ 1 കോടിയായിരിക്കും നഷ്ടമാവുക. വളരെ നിസ്സാരമായ ആളുകൾ ഉപദ്രവിക്കുന്ന ആളുകൾ അറിയണം, അവർ ചെയ്യുന്നത് മഹാപാതകമാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നാൽ അള്ളാഹുവിന്റെ വചനം ഖുർആൻ ഓതിയാൽ അതിന് ശിഫ കിട്ടും. സൂറത്തുൽ ബഖറ, ആയത്തുൽ കുർസി, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൽ നംലിലെ ആയത്തുകൾ, സൂറത്തുൽ ബഖറയിലെ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത് തുടങ്ങിയുള്ള ആയത്തുകൾ ആയത്തു ശിഫയാണ്. ചില ആളുകൾക്ക് ശമനം വരില്ല, വേദന സഹിക്കാൻ കഴിയാതെ ഡോക്ടർമാർക്ക് രോഗം പിടികിട്ടില്ല. കാരണം സിഹർ ചെയ്തത് ഡയഗ്നോസ് ചെയ്താൽ മനസ്സിലാവില്ല. ഏതെങ്കിലും ചികിത്സ എവിടെയെങ്കിലും ആകട്ടെ, അത് ഏത് മതവിഭാഗത്തിൻ്റെതാകട്ടെ, എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് മനുഷ്യൻ ചിന്തിച്ചു പോകും. ഇല്ലേ? വേദന സഹിക്കാൻ വയ്യ, ഉസ്താദുമാർ ഊതിട്ടൊന്നും നടക്കണില്ല എന്നങ്ങനെ പറയാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അങ്ങനെ ഒരു വല്ലാത്തൊരു രോഗിക്കൊരു പ്രയാസം വന്നപ്പോൾ ഉമർ എന്നവർ ഒരു ഫാത്തിഹ ഓതി കൊടുത്തപ്പോൾ കിടന്ന രോഗി എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്. ഉമർ തങ്ങളുടെ വഫാത്ത് നടന്ന് ആ രോഗിക്ക് രോഗം തിരിച്ചു വന്നപ്പോൾ സ്വഹാബിമാര് ചെന്ന് ഊതിക്കൊടുത്തു. ആൾക്ക് പിന്നെ എഴുന്നേൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, തിൽക്കൽ ഫാത്തിഹ, ഉമർ തങ്ങൾ ഓതിയ ആ ഒരു ഫാത്തിഹ, അതിനോളം ഇത് എത്തുകയില്ലല്ലോ എന്ന് ആ മഹാൻ പറഞ്ഞു എന്നാണ്. സ്വഹാബിയാണ്. സ്വഹാബികൾ മോശക്കാരായതുകൊണ്ടല്ല, സ്വഹാബികളിലെ VIP ആണ് ഉമർ എന്നവർ എന്ന് മനസ്സിലാക്കി തരാനാണ് അള്ളാഹു അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കിയത്. അവർക്ക് ശേഷം അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, സജ്ജനങ്ങൾ റുഖിയ ചെയ്ത് ഫാത്തിഹ ഓതി കൊടുത്ത് ശിഫ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഉമർ തങ്ങൾ സ്വഹാബികൾ മുഴുവൻ VIPകളെങ്കിൽ ഉമർ എന്നവർ അതിലെ VVIP ആണ്. അതിലും VIP ആണ് സിദ്ദീഖ് എന്നവർ റളിയല്ലാഹു അൻഹു. ആ മഹത്വം കാണിക്കാൻ അള്ളാഹു ചെയ്തൊരു പണിയായിരുന്നു അത്. ഞാൻ പറയുന്നത്, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ നമ്മുടെ കർമ്മങ്ങളിട്ടേ ചോടിപ്പോയേക്കും. ചിലപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് വന്നു, അറിയാം പലിശ നമുക്ക് പാടില്ലാത്തതാണ്, പലിശയുടെ പേരിൽ ലോൺ എടുക്കുന്നത് നമുക്ക് പാടില്ലാത്തതാണ്. സ്വർണ്ണപ്പണയമോ നമ്മുടെ ആധാരം വെച്ച് പണയം വെച്ചിട്ടോ പലിശയ്ക്ക് നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടി, ഒരാഴ്ചത്തേക്ക് വേണ്ടി, ഒരു വർഷത്തേക്ക് വേണ്ടി പലിശ ഇടപാടുകൾ ഹറാമാണെന്നറിയാത്തവരില്ല. പക്ഷേ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ ഭാര്യയുടെ, മക്കളുടെ, കുട്ടികളുടെയൊക്കെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വാങ്ങി കൊണ്ടുപോയി പണയം വെക്കുക. ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈമാൻ ഓർമ്മ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ മരണത്തിന്റെ വേദനയും വെപ്രാളത്തിലും
നമ്മൾ ഈമാൻ നഷ്ടപ്പെടാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പേടിക്കണം എന്ന് മഹാന്മാർ പറയാം. പ്രയാസം വരുമ്പോൾ നമ്മൾ അങ്ങ് ഓടിപ്പോകും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹബീബിന്റെ ദുആയുണ്ട്, നമ്മളോട് ആരും അങ്ങനെ ദുആ ഇറക്കരുതെന്നാ പറഞ്ഞത്. നബി ദുആ ചെയ്തു, നമ്മൾ ദുആ ഇറക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ദുആയുണ്ട്. അതാണ് അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. വിവരമുള്ള ഒരു ആലിമും അതൊരു ദുആയിലും ദ്വാരക്കൂല. പഠിച്ചിട്ടില്ലാത്തൊരു ചിലപ്പോൾ ദ്വാരുന്നത് ഇവരറിയാതെ. അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനൻ, എന്നെ മിസ്കീനായി പാവപ്പെട്ടവനായി ജീവിപ്പിക്കണമേ, പാവപ്പെട്ടവരുടെ കൂടെ എന്നെ മരിപ്പിക്കണമേ, പാവപ്പെട്ടവരുടെ കൂടെ എനിക്ക് നീ പുനർജന്മം നൽകണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞ അതല്ല. നമ്മോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ദുആ ഇറക്കേണ്ടത് അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക്. അല്ലാഹുവേ, ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകണമേ. പൈസ വേണം, സമ്പത്ത് വേണം, ഹറാമിന്റെ ബിസിനസ്സിലൂടെയല്ല, ഹറാമിന്റെ ജോലിയിലൂടെയല്ല, ഹലാല് കൊണ്ട്. അല്ലാഹുമ്മ പടച്ചവനെ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക് വബിത്വാഅതിക അൻ മഅസിയതിക, പാപങ്ങൾ ചെയ്യാതെ നിന്റെ അനുസരണയിലേക്ക് തൗഫീഖ് നൽകണമേ. വബിഫദ്ലിക അമ്മൻ സിവാക്, ആരോടും കൈനീട്ടി ചോദിക്കാതെ അല്ലാഹുവേ നീ നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം നൽകണമേ. തങ്ങൾ ദ്വാരുന്നതോ എന്നെ മിസ്കീനാക്കി തരണേ. തങ്ങളുടെ വീട്ടിലൊരു പായയും ഒരു ചെറിയ തോൽപാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ആ വീട്ടിലെ ഫർണിച്ചർ അതാണ്. നമ്മളോട് അങ്ങനെ ചെയ്യണമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെന്നറിയോ? നമ്മൾ അല്ലാഹുവിനോട് ദാരിദ്ര്യം ചോദിച്ച് അല്ലാഹു നമുക്കെങ്ങാനും ദാരിദ്ര്യം അങ്ങ് തന്നാൽ നമുക്കത് കൊണ്ടടക്കാൻ കഴിയില്ല. നമ്മൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗം പാൽപ്പൊടി തരാമെന്ന് കൂട്ടിയാൽ നമ്മളേക്ക് പോകും. അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചിട്ടില്ലേ പലയിടങ്ങളിലും? എന്തേ? ദാരിദ്ര്യം യുഅദ്ദി ഇലൽ കുഫർ, അൽ ഫഖർ യുഅദ്ദി ഇലൽ കുഫർ. Poverty may lead you into disbelief. അള്ളാഹുവിനെ പേടിക്കണം. നമ്മൾ ദാരിദ്ര്യം ചോദിച്ചു, ദാരിദ്ര്യം കിട്ടിയാൽ അത് ക്ഷമിക്കാനുള്ള കരുത്ത് വേണം. നമുക്ക് ആ ക്ഷമ ഉണ്ടാവില്ല ഹബീബിനെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ വീട്ടില് 3 മാസം പുക ഉയരാതെ നടന്നു മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു കട്ടൻ ചായ ഉണ്ടാക്കണമെങ്കിൽ, ഗ്യാസ് ആയതുകൊണ്ട് പുക വരുന്നില്ല, എന്നാലും ചെറിയ പുകയൊക്കെ കാണില്ലേ, തീ ചൂടാക്കി ഉണ്ടാക്കുന്ന ഭക്ഷണം, അത്രയുള്ള ഇന്നത്തെ കണക്ക് പ്രകാരം. അങ്ങനെ ഒരു ചൂടാക്കി ഒരു ഭക്ഷണം കഴിക്കാതെ 2 മാസത്തിലേറെ ഹബീബിന്റെ വീടുകളിൽ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 മാസം വെറും പച്ചവെള്ളവും കാരക്കയും. അവരാ നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. നമുക്ക് കഴിയോ? അങ്ങനെ കഴിയില്ല. നമുക്ക് പ്രയാസം വന്നാൽ നമ്മളോട് എവിടുന്ന് ആരാ കാശ് തരുന്നത്, ഞാൻ അവരുടെ കൂടെ പോകുന്ന പറയാ. പിന്നെ അപ്പൊ ഈമാനും പ്രശ്നമാവില്ല, ദീനും പ്രശ്നമല്ല, ഖുർആനും വേണ്ട. പ്രേമം തലക്കേറിട്ട് പോണില്ലേ പെൺകുട്ടികൾ? മുസ്ലിമാണോ? മുസ്ലിം അല്ലാത്ത ഒരാളുമായുള്ള വിവാഹം ഒരു മുസ്ലിമിന് ജായിസല്ലല്ലോ, അത് വ്യഭിചാരമല്ലേ? ആരെങ്കിലും നോക്കുന്നുണ്ടോ? രാജ്യത്തിന്റെ നിയമം എന്തോ നമ്മളത് മാനിക്കാനും അനുസരിക്കാനും കടമപ്പെട്ടവരാണ്. പക്ഷെ അതിനു മുമ്പേ ഒരു വിശ്വാസിക്ക് ഇസ്ലാമിക നിയമം പാലിക്കൽ നിർബന്ധമാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ നമ്മളെ മറന്നുപോകും. ശൂന്യ നിമിഷത്തെക്കുറിച്ച് ആലോചിച്ചുവോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലം യൽഖബ്നു ആദമ ശൈഅൻ ഖദ് ഖലഖഹു അല്ലാഹു അശദ്ദ അലൈഹി മിനൽ മൗത്ത് ثم إن الموت لأهون مما بعده. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ കൊണ്ടുവന്ന ഹദീസാണിത്. ഹബീബായ തങ്ങൾ പറയുന്നു, മനുഷ്യൻ ലം യൽഖബ്നു ആദമ ശൈഅൻ ഖദ് ഖലഖഹു അല്ലാഹു അശദ്ദ അലൈഹി, സൃഷ്ടാവ് പടച്ച സൃഷ്ടികളിൽ വെച്ച് മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ളത് മിനൽ മൗത്ത്, മരണമല്ലാതെ മറ്റൊന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണമാണ് അത്ര ഏറ്റവും പ്രയാസമുള്ളത്. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു മുറിവുണ്ടായ എത്ര വേദന. നമ്മുടെ റൂഹ് ശരീരത്തിൽ എല്ലായിടത്തുമുണ്ട്. ആ ഒരു മുറിവിന്റെ ഭാഗത്ത് നിന്ന് റൂഹിന്റെ കണക്ഷൻ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയാണ് മുറിവിന്റെ വേദന. ആ മുറിവിന് ആഴം കൂടുമ്പോൾ അത്രയും സ്ഥലത്തെ റൂഹിന്റെ കണക്ഷൻ നഷ്ടപ്പെടാൻ കാരണം ശരീരമാസകലം റൂഹ് പരന്നു കിടക്കുകയാണ്. ഒരു മുറിവ് വരുന്നിടത്ത് അവിടെ ഡിസ്കണക്ഷൻ വരുന്നുണ്ട്. നമുക്ക് അനുഭവിക്കുന്ന വേദന എന്താണ്? ശരീരത്തിൽ നിന്ന് റൂഹിനെ ഓരോ സെല്ലുകളിൽ നിന്നും ഓരോ കോശത്തിൽ നിന്നും അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് പിടിച്ചു പറിക്കുന്നതാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്.
അവിടെ ശരീരം നിശ്ചലമാണ്. റൂഹിനെയാണ് മലക്ക് പിടിക്കുന്നത്. ശരീരം നിശ്ചലമാണ്. ശരീരം ചലിക്കാൻ കഴിയുന്നതാണ്. മരണം സംഭവിക്കുന്ന നേരം മനുഷ്യ ശരീരത്തിന് ചലനമുണ്ടാകുമായിരുന്നുവെങ്കിൽ മരിക്കുന്ന മനുഷ്യൻ ബെഡിൽ നിന്നിറങ്ങി ഓടുമായിരുന്നു. പക്ഷെ ഓടാൻ കഴിയില്ല. ഹൃദയം നിശ്ചലമാകുന്നുണ്ട്, പക്ഷേ ആത്മാവിനെയാണ് മലക്ക് പിടിക്കുന്നത്. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു മുറിവിൽ അനുഭവിക്കുന്ന വേദന നമ്മൾ മരണവുമായി യോജിപ്പിച്ച് മനസ്സിലാക്കുക. ആർത്ത് നിലവിളിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ മനുഷ്യൻ നിലവിളിക്കുമായിരുന്നു. പക്ഷേ നാവ് നിശ്ചലമാവുകയാണ്. കഴിയില്ല, ഓടാൻ കഴിയില്ല. ആ ഒരു നേരത്ത് നമുക്കൊക്കെ കടന്നു പോകേണ്ട ഒരു ഘട്ടമാണ്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇതാരും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതാണ്, ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വിഷയമാണിത്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമല്ലേ? മുസ്ലിമിനെ പോലെ മരണത്തിന് ശേഷം എന്ത് നടക്കുന്നു എന്ന ഒരു ക്ലിയർ വിഷൻ മുസ്ലിമിനുള്ള പോലെ ഒരു മതവിശ്വാസിക്കും ഉണ്ടാകില്ല. നമുക്ക് കൃത്യമാണ്. മരിച്ചത് മുതൽ, ഖബറിൽ വെക്കുന്നത് മുതൽ, അവിടുന്ന് ആളുകൾ പിരിഞ്ഞു പോകുന്നത് മുതൽ ഖിയാമത്ത് നാൾ വരെ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായി മഹാനായ നബി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് വഫാത്താകുന്ന രംഗം മഹദി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ കാണാൻ കഴിയും. ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ മാ ബൈന സഹരി വനഹരി. എൻ്റെ വയറിൻ്റെയും എൻ്റെ കഴുത്തിൻ്റെയും ഇടയിൽ തലവെച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ ഗുരു വഫാത്തായത്. അത് എൻ്റെ മടിയിൽ കിടന്നാണ്. അതെനിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. وجمع الله بين ريقي وريقه في آخر فراقه لهذه الدنيا. പുണ്യ റസൂൽ ലോകത്തോട് വിട പറയുമ്പോൾ എൻ്റെ ഉമിനീരും ഹബീബിൻ്റെ ഉമിനീരും കലർന്നിട്ടുണ്ട്. അതും എനിക്ക് അല്ലാഹു നൽകിയ സൗഭാഗ്യമാണ്. ആയിഷ ബീവി പറയാം, മുത്തുനബി തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോൾ അറിയണം 90 വയസ്സിലല്ല നബി തങ്ങൾ വഫാത്തായത്. ഓർക്കണം, 80 കഴിഞ്ഞിട്ടല്ല നബി വഫാത്താകുന്നത്. തങ്ങൾ വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാണ്. താടിയിലും തലയിലുമായി 10-17 രോമങ്ങളെ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഹബീബിന് കുടവയർ വന്നിട്ടില്ല. ഹബീബായ നബി തങ്ങൾക്ക് പനിയല്ലാതെ കാര്യമായ അസുഖങ്ങളൊന്നുമില്ല. ഓടിച്ചാടി നടക്കാൻ കഴിയുന്ന സമയം, ആരോഗ്യമുണ്ട് നബിക്ക്. ആരെങ്കിലും നനച്ചുവോ 63-ൽ ലോകത്തിന്റെ ഗുരു ഉമ്മത്തിനോട് വിട ചൊല്ലി മരിച്ചു പോകുമെന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനെ തലോടിക്കൊണ്ട് കിടക്കുകയാണ്. അവിടെ ബീവിയുടെ മടിത്തട്ടിലായി മുത്തുനബി തങ്ങൾ കിടക്കുമ്പോ ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഒരു മിസ്വാക്ക് അറാഖിന്റെ കഷ്ണം കൊണ്ടുവന്ന് പല്ല് തേക്കുന്നത് കണ്ടപ്പോൾ മുത്തുനബി തങ്ങൾ അതിലേക്ക് നോക്കുകയുണ്ടായി. ഹബീബിന് പല്ല് തേക്കുന്നത് ഇഷ്ടമായിരുന്നു. അറാഖ് വല്ലാത്ത ഇഷ്ടമാണ് നബി തങ്ങൾക്ക്. വൃത്തി നന്നായി ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് നോക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഞാനത് വാങ്ങിച്ചു തരണോ? തങ്ങൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു, എനിക്കൊന്ന് ബ്രഷ് ചെയ്യണം. അല്ലാഹുവിനെ കാണാൻ പോവുകയാണ്. വായ വൃത്തിയാക്കണം. മാലാഖമാർ ഹബീബിനെ സ്വീകരിക്കാൻ വരികയാണ്. ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനൂ ആദം. മനുഷ്യർക്ക് വായനാറ്റമുണ്ടാകുന്നത്, മനുഷ്യർക്ക് ദുർഗന്ധമുണ്ടാക്കുന്നത് മാലാഖമാർക്ക് ദുർഗന്ധമാണെന്ന് മുത്തുനബി തങ്ങൾ പറയാറുണ്ട്. ശുദ്ധമായ വായോടുകൂടെ അല്ലാഹുവിനെ കാണാൻ കൊതിക്കുകയായിരുന്നു നബി തങ്ങൾ. സഹോദരൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അറാഖിന്റെ കഷ്ണമങ്ങ് വാങ്ങിക്കുകയും, അത് പുതിയ കഷ്ണമാണ്, മരത്തിന്റെ പുതിയ കഷ്ണമാണ്. അത് ആയിഷ ബീവി അവിടുത്തെ പല്ലുകൊണ്ട് ചതച്ച് 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 മിനുസമാക്കി ഹബീബായ നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ എൻ്റെ വായയിലെ ഉമിനീര് ആ അറാഖിന്റെ കഷ്ണത്തിലായിട്ടുണ്ട്. അതാണ് ഹബീബിന് ഞാൻ കൊടുത്തത്. അങ്ങനെ നബി തങ്ങൾ വളരെ മനോഹരമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മനോഹരമായി മിസ്വാക്ക് ചെയ്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി മിസ്വാക്ക് ചെയ്തു.
ബീവി പറയാണ്, അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ രണ്ടാമത്തേത് എൻ്റെ റസൂലിന് ഈ ദുന്യാവിലെ ഏതെങ്കിലും ഒരംശം അവിടുത്തെ വായയിലേക്ക് മരണത്തിൻ്റെ മുമ്പ് ചേർന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വായയിലെ ഉമിനീരായിരുന്നു. ആ ബ്രഷ് ആ മരക്കഷ്ണം ഞാൻ കടിച്ച് പദപ്പെടുത്തി കൊടുത്തപ്പോൾ. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ്, കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നബി തങ്ങൾക്ക്, ശരീരം തളർന്നു കിടക്കുകയല്ല, ശക്തമായ പനിയുണ്ട്, തൊട്ടടുത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഹബീബായ നബി തങ്ങൾക്ക് ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നു മരണനേരം. വേറെ ഒരു മനുഷ്യന് ഇങ്ങനെ പറയാൻ കഴിയില്ല മരണനേരത്ത്. ഹബീബായ നബി തങ്ങൾ ആ വെള്ളത്തിലേക്ക് ഹബീബിന്റെ കൈവെക്കുകയും എന്നിട്ട് മുഖം ഇങ്ങനെ തടവുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ആയിഷ 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 ഇന്നലിൽ മൗതി ലസകറാത്ത്. മനുഷ്യന്റെ ബുദ്ധി പോലും നഷ്ടപ്പെടുന്ന വിധം, മനുഷ്യന് മത്ത് പിടിച്ച പോലെ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടുമാർ പ്രയാസമുണ്ട് ആയിഷ, മരണത്തിന് പ്രയാസമുണ്ട്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ദുആ ഇറക്കുകയാണ്, അല്ലാഹുമ്മ ഖഫിഫ് അന്നി സകറാത്തിൽ മൗത്ത്. മരണത്തിൻ്റെ പ്രയാസങ്ങൾ എനിക്ക് ലഘൂകരിച്ചു തരേണമേ എന്ന് ലോകത്തിൻ്റെ ഗുരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതൊരു പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ ആ ശൂന്യ നിമിഷത്തിൽ ഇത് പറയാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. പക്ഷേ പ്രവാചകർക്ക് അല്ലാഹു കരുത്ത് കൊടുത്തതിൻ്റെ പേരിൽ അവിടെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഫലാ അക്റഹു. ആയിഷ ബീവി പറയുകയാണ്, എൻ്റെ പ്രവാചകർക്ക് ആ മരണത്തിന്റെ വേദന അനുഭവിച്ചേടം മുതൽ ലോകത്താര് മരിക്കുമ്പോഴും ഒരാൾക്ക് അനുഭവിക്കുന്ന പ്രയാസം എനിക്കൊരു പ്രയാസമായി തോന്നാറില്ല. ഫലാ അക്റഹു ശിദ്ദത്തൽ മൗതി ലിഅഹദിൻ ബഅദല്ലദീ റഅയ്തു മിൻ റസൂലില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അനുഭവം എനിക്കുണ്ടായതിൽ പിന്നെ വേറെ ഒരു മനുഷ്യൻ്റേതും എനിക്ക് പ്രശ്നമല്ല എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി ആ നേരത്തെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോഴാണ് പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടി വന്നുകൊണ്ട് പറഞ്ഞല്ലോ, വാ കർബ അബതാ, എൻ്റെ പിതാവേ, എൻ്റെ ഉപ്പാ, നിങ്ങളുടെ ഒരു പ്രയാസമേ. വാ കർബ അബതാ. ഇത് പറഞ്ഞപ്പോ ഹബീബായ നബിയുടെ മറുപടി വന്നു, മോളെ, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം. ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പാക്ക് പ്രയാസമില്ല മോളെ. ഈ ദിവസം ഇത് എൻ്റെ ഈ ലോകത്തെ അവസാന നാള്, എൻ്റെ ആഖിറത്തിന്റെ ആദ്യ ദിവസമാണ് മോളെ. ഈ മരണം അങ്ങ് സംഭവിച്ചാൽ ഉപ്പാക്ക് വേറെ പ്രയാസമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി അല്ലാഹുമ്മ റഫീഖൽ അഅലാ, അല്ലാഹുമ്മ റഫീഖൽ അഅലാ, അല്ലാഹുമ്മ റഫീഖൽ അഅലാ. നമ്മളൊക്കെ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ചൊല്ലേണ്ടത്. മുത്തനബി തങ്ങൾ പറയുന്നത് അതല്ല. ഹബീബല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വന്നവര്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുമ്പോഴല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശ്വാസം പൂർണ്ണമാകുന്നുള്ളൂ. മുത്തനബി തങ്ങൾ പറഞ്ഞത് അല്ലാഹുമ്മ റഫീഖൽ അഅലാ, അല്ലാഹുവേ നിന്റെ ഉന്നതമായ സാമീപ്യം നൽകണമേ, ഞാൻ നിന്റെ അരികത്തേക്ക് വരികയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ലോകത്തോട് വിട പറയുന്നത്. എത്ര മനോഹരമായൊരു ജീവിതം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പയുടെ മരണം അറിഞ്ഞപ്പോൾ പറഞ്ഞ ചില വചനങ്ങളുണ്ട്. അറബ് ഭാഷയിലെ വളരെ മനോഹരമായ സ്ട്രക്ചറിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പയുടെ മരണത്തിൽ സങ്കടപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളെ കുറിച്ച് മോള് പറയുകയാണ്, അജാബ റബ്ബൻ ദആ യാ അബതാ إلى جبريل ينعاه يا أبتا جنة الفردوس مأواه. വളരെ പ്രാസമൊപ്പിച്ചു പറയുന്ന പോലെ ഉപ്പാ യാ അബതാ അജാബ റബ്ബൻ ദആ, അങ്ങയെ വിളിച്ചു വരുത്തിയ, അങ്ങയെ വിളിക്കാൻ വന്ന അല്ലാഹുവിൻ്റെ വിളിക്കങ്ങ് ഉത്തരം കൊടുത്തല്ലേ. ഇലാ ജിബ്രീല യൻആ, ജിബ്രീൽ അലൈഹിസ്സലാം ആ മരണവാർത്തയുമായി വന്നുവല്ലോ. ജന്നത്തുൽ ഫിർദൗസി മഅവാ, സ്വർഗമാണല്ലോ നബിയെ നിങ്ങൾ പോയി കിടക്കുന്ന സ്ഥലം, അങ്ങ് കിടക്കുന്ന ഇടം സ്വർഗമാണല്ലോ. ജന്നത്തുൽ ഫിർദൗസി മഅവാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ തൊട്ട് വീട്ടിൽ തന്നെയാണ് ഹബീബിനെ മറവ് ചെയ്യുന്നത്.
അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാര് ഹബീബിന്റെ ആ പരിശുദ്ധമായ ഖബറിന്റെ മീതെ മണ്ണ് വാരിയിട്ട് വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചുമരിന്റെ മറവിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. യാ അനസു, അനസേ, അത്വാബത് അൻഫുസുകും അൻ തഹ്തുവ തുറാബ അലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടാൻ അനസേ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അനസ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി കൊടുത്തിട്ടില്ല. പക്ഷേ പറയുമായിരുന്നെങ്കിൽ, മോളെ മനസ്സ് വന്നിട്ടല്ല, അങ്ങനെ ചെയ്യണമെന്ന് ഹബീബല്ലേ പഠിപ്പിച്ചത്, മറവ് ചെയ്യണ്ടേ, അതുകൊണ്ട് ചെയ്തു പോയതാണ്. ബീവി ചോദിച്ച് കരയുകയായിരുന്നു, എൻ്റെ ഉപ്പയുടെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു അനസേ? അതൊരു സങ്കടത്തിന്റെ ചോദ്യമാണ്, മറവ് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരിച്ചു തന്ന ഒരു ഹദീസ് നോക്കണം. ഇൻ അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറൽ മൗത വഗുസ്സത. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്ന മുർസലായ ഒരു അസറുണ്ട്. മുത്തനബി തങ്ങൾ പറയുമായിരുന്നു, വഖദ്ദറ 300 ദർബത്തിൻ ബിസ്സൈഫ്. വാളുകൊണ്ട് ദേഹത്തിൽ 300 വെട്ട് വെട്ടിയാൽ ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ വേദന മരണത്തിന്റെ വേദനയോളം എത്തുകയില്ലത്രേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മനുഷ്യന്, ആദമിന്റെ മക്കൾക്ക് ഇത്രത്തോളം പ്രയാസമുള്ള ഒന്ന് മരണം പോലെ ഇല്ല എന്ന് ഹബീബ് പറയാൻ കാരണം, അല്ലാഹു ആ നേരം, ആ ശൂന്യ നിമിഷം നമുക്ക് അല്ലാഹു ഖൈറാക്കി തരട്ടെ, അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ആ നേരത്ത് ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ, വേദന വന്നാൽ ഈമാൻ മറക്കുന്നവര്, കടം വന്നാൽ ഇസ്ലാമിന്റെ നിയമം മറന്നു പോകുന്നവര്, പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ മറന്നു പോകുന്ന നമ്മൾ, ഇതുപോലെ ഒരു വേദനയിൽ ആ നേരത്ത് പിശാച് വരുമെന്നാണ്. ഇബ്ലീസുൽ ലഈൻ വരും. ഇബ്ലീസ് ആളുകളോട് പറയും, ദൂനകും ഹാദാ ഫഇൻ ഫാതകും ലൻ തുദ്രികൂ. മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ മുമ്പിൽ വന്ന് പറയുമത്രേ, ദൂനകും ഹാദാ. ഇബ്ലീസിന്റെ അനുയായികളോട്, അയാളെ പോയി നോക്കിൻ, ഇയാൾ കണ്ണു ചിമ്മിയാൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആണ് നഷ്ടപ്പെടാനിരിക്കുന്നത്. ഈ നേരത്ത് അയാളോട് പറയണം, ഇതാ ദൈവത്തെ അവിശ്വസിക്കണമെന്നും അള്ളാഹുവിനെ വിശ്വസിക്കരുത് എന്നും, ഹബീബായ നബിയെ പറ്റി മോശപ്പെട്ടത് വിചാരിക്കണമെന്നും, ഇസ്ലാമിൽ നിന്ന് അവിശ്വസിക്കണമെന്നും പിശാച് ആ നേരത്ത് പറയിപ്പിക്കുന്നുണ്ട്. അവന്റെ ആളുകളോട് പറയുന്നു, ദൂനകും ഹാദാ ഇൻ ഫാതകും ഫലൻ തുദ്രികൂ. അവനെങ്ങാനും മരിച്ചുപോയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ നേരത്ത് ആ മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് ഈമാൻ എടുത്തു മാറ്റണേ എന്ന് പരിശ്രമിക്കാൻ പറയുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, 2 അറിയിപ്പുണ്ട്. ഒന്ന്, നമ്മുടെ ഈ സൈഡിൽ കുറച്ച് കസേരകൾ ബാക്കിയുണ്ട്. അവിടെ നിൽക്കുന്നവർ, പ്രയാസമുള്ളവർ, ഇരിക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വന്നിരുന്നോളൂ, ഒരു പ്രയാസമില്ല. സൈഡിലൂടെ വരാം. ഇവിടെ ഒരു 10-50 ആൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം കാണുന്നുണ്ട് ഏകദേശം. ഇൻഷാ അല്ലാഹ് പ്രയാസമില്ലാത്തവർ റോട്ടിൽ നിന്നാൽ മതി എന്ന് തോന്നുന്നവർ നിന്നോളൂ, അതിനൊന്നും കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു മജ്ലിസിൽ ഇരുന്ന് കേൾക്കുമ്പോൾ അതിനൊരു പുണ്യം വേറെയുണ്ട്. മജ്ലിസുൽ ഇൽമ് എന്നല്ല പറയാം, ജലസ എന്ന് പറഞ്ഞാൽ ഇരിക്കാന്ന്, മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരുന്ന് കേൾക്കുന്ന സ്ഥലം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പുണ്യമുണ്ട്. പറ്റുന്നവർ വന്നിരുന്നോളൂ. പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നമ്മുടെ സംഘാടകർ ഒരു ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല ഒരു സംഭാവന സ്വതക്കയായി നമ്മളൊക്കെ നൽകുക. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ സ്ഥാപനം ഇവിടെ വളർന്ന് വലുതായി നമുക്കൊരുപാട് നന്മ നമ്മുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്കൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ അടുത്തറിയാനും പരിചയപ്പെടാനുമുള്ള ഒരു വേദി ഒരുങ്ങുകയാണ് നമ്മുടെ ഈ ഖുർആൻ സ്റ്റഡി സെൻറ്റർ വടക്കേക്കാട് വരുന്നതോടുകൂടെ. അപ്പം അതിൻ്റെ സ്ക്വയർ ഫീറ്റിന് എത്രയാണെന്ന വിവരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു സ്ക്വയർ ഫുട്ട് എന്നാണ് പറയുക 1400, 2 സ്ക്വയർ ഫീറ്റ് 2800, അങ്ങനെ പോകുന്നു. 100 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 1,40,000. അപ്പോൾ എത്രയാണോ നമ്മളെ കൊണ്ട് സാധ്യമാകുന്നത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ സൗഭാഗ്യമായി ഇൻഷാ അല്ലാഹ് അത് വിജയിക്കും. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. നല്ല പ്രഗത്ഭരായ പ്രവർത്തകന്മാർ നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ധൈര്യമായിട്ട് ഈ വിഷയത്തിലേക്ക് സഹായിക്കണം. അള്ളാഹു കബൂലാക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ഇറക്കുകയാണ്. നല്ല നീയത്തോടുകൂടെ കൊടുത്തേക്ക്. എന്താണെന്നറിയോ, ഈ ബക്കറ്റ് കൊടുക്കുന്ന കൂലി കൂടുതലാണ്. 5-10 കൊടുക്കുന്ന വളവന്മാരുണ്ടാവും,
500, 1000, 2000 കൊടുക്കുന്നവരുണ്ടാവും, അതിലേറെ കൊടുക്കുന്നവരുണ്ടാവും. ഈ വലിയ വലിയ സംഖ്യ കൊടുക്കുക, അത് ബക്കറ്റിലിടുമ്പോൾ അത് പേര് കിട്ടാനല്ല. കാരണം ആർക്കും അറിയുന്നില്ലല്ലോ ആരാ കൊടുത്തത്. അല്ലാത്തൊക്കെ ലിസ്റ്റ് വരും, ഇന്ന ആൾ കൊടുത്തു ദ്വാരക്കാൻ. ഇത് പേര് വിളിക്കാതെ നിങ്ങളായിട്ട് കൊടുക്കുന്നതാണ്. അത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണെന്നില്ല വലിയൊരു അടയാളം അത് തന്നെയാണ്. പക്ഷെ അതിൽ 5 10 വിടുകയാണെങ്കിൽ അത് വെറുതെ ആർക്കോ വേണ്ടി വന്ന സ്ഥിതിക്ക് മടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന പോലെ ആയിപ്പോകും. അങ്ങനെ ആയിപ്പോണ്ട. എന്ത് ചെയ്യുക, കാര്യമായിട്ട് തന്നെ ചെയ്തോളൂ. ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെലവഴിക്കുന്നതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ ഉപയോഗിച്ച് നമ്മളിവിടെ ബാക്കിയാക്കി പോവുകയാണ്. അള്ളാഹുവിൻ്റെ വേണ്ടി എന്ത് കൊടുത്തുവോ അതാണ് പിന്നീട് എന്നേക്കുമായി ശേഷിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കാര്യമായി സഹായിക്കണം എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ശൂന്യ നിമിഷത്തെക്കുറിച്ച് വ്യാകുലപ്പെടാനുള്ള ഒരു കാരണം, ഒന്ന്, ആ സമയം വേദനാജനകമാണ്. അത് നമുക്ക് പറഞ്ഞു തരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അനുഭവിച്ച ഒരാൾക്ക് നാവ് അനക്കാൻ കഴിയാത്ത നേരമാണത്. ഹൃദയം നിശ്ചലമാകുന്ന ഒരു നേരമാണ്. കൈകാലുകളിൽ നിന്ന് റൂഹ് പിടിച്ചു പറിക്കുമ്പോൾ കാല് തണുത്തുറച്ച് ഒന്ന് ഓടാൻ പോലും കഴിയാത്ത വിധം ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെടുന്ന ഒരേ ഒരു നേരമാണത്, അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ തോന്നില്ലേ, ഞാനായിട്ടൊന്ന് കുളിച്ചു വരാം, ഞാൻ ഒറ്റയ്ക്ക് എത്ര കുളിച്ചതാണ്, ഇന്ന് ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ടല്ലേ ഞാൻ പുറത്തിറങ്ങിയത്, ഞാനൊന്ന് കുളിച്ചോട്ടെ. കഴിയില്ല നമുക്ക് പറയാൻ. അവർ നമ്മുടെ അടുത്ത് കുളിപ്പിക്കുകയാണ്. കണ്ണ് തുറന്നു വെച്ച കണ്ണൊന്ന് അടക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല. അവരായിട്ട് അടച്ചു വെക്കണം. വാ പൊളിച്ച് നിൽക്കുകയാണ്, അതൊന്നും അടക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ആളുകൾ നാടകൊണ്ട് താടിയിൽ പിടിച്ച് കെട്ടിയിരിക്കണം, അല്ലേ? കൈകാലുകൾ ഒതുക്കി വെക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല. നമ്മളായിട്ട് നടന്നു ചെന്ന് ഞാൻ കിടന്നേക്കാം, ഇല്ല, നമ്മളെ എടുത്തു കൊണ്ടുപോവുകയാണ്. ആ ഒരു നേരം മനുഷ്യന് വരാനുണ്ടെന്ന് ഏത് നേരത്തും ഓർക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ വിശുദ്ധിയുണ്ടാകും. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങോട്ടുള്ള ഈ ഓട്ടത്തിനിടയിൽ മനുഷ്യൻ കാണിക്കുന്ന തത്രപ്പാടുകളാണ് നമ്മൾ ഈ കാണുന്നതിലൊക്കെ. ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ആ ഒരു നേരത്തെ സംബന്ധിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിബിതങ്ങൾ ഞാൻ ഒരു വഴിയാത്രക്കാരനെ പോലെ വഴിയോരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ തണൽ കണ്ടപ്പോൾ അതിൻ്റെ താഴെ ഇരുന്ന് വിശ്രമിച്ച് ഞാൻ ചൂടാറിയപ്പോൾ എൻ്റെ യാത്ര തുടരുകയാണ്. അങ്ങനത്തെ ഒരു യാത്രക്കാരനെ പോലെ ആ വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുന്ന പോലെയാണ് ഈ ലോകത്തെ 60-70 കൊല്ലത്തെ ജീവിതം എന്ന് നബി തങ്ങൾ ഉദാഹരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് മനുഷ്യനെ പിഴപ്പിക്കാൻ വരുന്ന ഒരു നേരമാണത്. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ സഹോദരൻ ബിശ്ർ ബിൻ മർവാൻ, അദ്ദേഹത്തെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ അബ്ദുൽ മലിക് ബിൻ മർവാൻ വല്ലാഹു അലൽ ഇറാഖൈൻ, 2 ഇറാഖുകളുടെ വാലിയായി ഗവർണറായി നിയമിച്ചിരുന്നു ബിശ്ർ ബിൻ മർവാൻ. അദ്ദേഹം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. മരണമാസന്നമായപ്പോൾ അദ്ദേഹം നിലവിളിച്ച് കരയാൻ തുടങ്ങി. ചെറുപ്പക്കാരനായിരുന്നു. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ മരണസമയത്ത് കാണാൻ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരനാണ്. അന്ന് അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ നിന്ന് അദ്ദേഹം താഴെ ഇറങ്ങി ഓടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഡോക്ടർമാരെ മുഴുവനും പിന്നാലെയുണ്ട്. ക്യാൻസർ പോലുള്ള ഒരു അസുഖം വന്ന് അസ്വാബത്തുഹുൽ ആഖില, ആഖിലത്ത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്നാണ്. മുമ്പ് പണ്ട് പറയുന്ന പേരതാണ്, ആഖില, ക്യാൻസർ, മനുഷ്യനെ തിന്നുന്ന രോഗം. അവയവങ്ങൾ ഓരോന്നും ഇന്റേണൽ ഓർഗാൻസ് ഒക്കെ തിന്നുപോകുന്ന രോഗം ആഖിലത്ത് എന്ന് കിതാബിൽ പറയും. ചെറുപ്പക്കാരനാണ്. ആ സുഖം വന്ന് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് ഹസനുൽ ബസ്രി തങ്ങൾ കാണുകയാണ്. ഡോക്ടർമാരെ പിന്നാലെയുണ്ട്, മന്ത്രി ചൂതി കൊടുക്കുന്ന ആളുകൾ കൂടെയുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ മനുഷ്യൻ ഓടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചില വചനങ്ങളുണ്ട്. ബിശ്ർ ബിൻ മർവാൻ ഭരണാധികാരിയാണ്, ഇറാഖിന്റെ രാജാവായിരുന്നു. യാ ലൈതനി കുൻതു റാഇയൻ അർഅൽ ഗനമ ഫിൽ ബാദിയ, മലയോരങ്ങളിൽ താഴ്വരകളിൽ ആടുമാടുകളെ മേച്ച് നടന്നിരുന്ന ഒരു ആട്ടിടയനായിരുന്നുവെങ്കിൽ, ഒരു ഷെപ്പേർഡ്, ഒരു ആട്ടിടയനായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചുപോയി. വലം അലിമിൻ അംറിൽ മുസ്ലിമീന ശൈആ, മുസ്ലിമീങ്ങളുടെ അധികാരവും അവരുടെ നേതൃത്വവും ഞാൻ ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ, വഖദ് നസല അലയ്യ മാ ലാ തഅരിഫൂൻ, ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കല്ലാതെ മറ്റൊരാൾക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ നിന്ന് ഓടിച്ചെന്ന്
താഴെ വീണ് മരിച്ച ഒരു ഭരണാധികാരിയാണ് മർവാൻ ഇബ്നു അബ്ദുൽ മലിക്. അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ സഹോദരൻ ബിശ്ർ ഇബ്നു മർവാൻ. പൈസ കൊണ്ട് സാധിക്കുമെങ്കിൽ അവർക്കത് പിടിച്ചു നിർത്തിയേനെ. ആയുസ്സിനെ അള്ളാഹു തന്നെ തരണ്ടയോ? അതിന് വേറെ ആർക്കും തരാൻ കഴിയില്ലല്ലോ. ഇദ്ദേഹം ഇങ്ങനെ മരിച്ച വിവരം മഹാനായ അബൂ ഹാസിം അവരുടെ പേര് സലമത്ത് ബിൻ ദീനാർ എന്നാണ്. അവരും അതുപോലെ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളും താബിഈങ്ങളുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ രണ്ടുപേരും ഈ കഥ കേട്ടപ്പോൾ പറഞ്ഞ ഒരു വചനമുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ജഅലഹും യഫിറൂന ഫിൽ മൗതി ഇലൈനാ. മരണം വരുമ്പോഴെങ്കിലും നമ്മിലേക്ക് ഓടി വന്നല്ലോ അവര്. വലാ നഫിറു ഇലൈഹിം, നമ്മൾ അവരേക്ക് ഓടിച്ചെന്നിട്ടില്ല. ഈ മനുഷ്യൻ പണ്ഡിതന്മാരിവിടെ ദ്വാരക്കാൻ ആളുണ്ടോ, പ്രാർത്ഥിക്കാൻ ആളുണ്ടോ എന്ന് ഇവരെ തേടി വരികയായിരുന്നു. അതുവരെ സമ്പാദ്യത്തിന്റെ പിന്നാലെ നടന്ന് മരണം ആസന്നമായപ്പോൾ രക്ഷപ്പെടുത്താൻ ആരുമില്ലല്ലോ. മാരക രോഗം വന്നാൽ ചികിത്സിക്കുന്ന ഡോക്ടറെ ദൈവതുല്യം കാണുന്ന ആളുകളുണ്ട്. എന്റെ ജീവൻ ഇയാളുടെ കയ്യിലാണെന്ന്. ആ ഡോക്ടറുടെ ജീവൻ പോലും അല്ലാഹുവിന്റെ കയ്യിലാണ്. അങ്ങനെയല്ലേ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചുവല്ലോ, റബ്ബേ അലസ്ത തുംറിദു, അല്ലാഹുവേ നീയല്ലയോ രോഗം കൊടുക്കുന്നത്? വലസ്ത തശ്ഫീ, നീയല്ലയോ രോഗം ശിഫയാക്കുന്നത്? മൂസാ നബി അല്ലാഹുവിനോട് ചോദിച്ച അത്ഭുതങ്ങളായ ചോദ്യങ്ങളുണ്ട്. നീയല്ലേ പടച്ചോനെ രോഗം കൊടുക്കുന്നത്? ആ മൂസാ നബിയെ, ഞാൻ തന്നെയാണ്. നീയല്ല റബ്ബേ ശിഫ കൊടുക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ്. ഫമാ ബാലുൽ അത്ബാ, പിന്നെ ഡോക്ടർമാരെന്താണ് ചെയ്യണത്? അപ്പൊ പറഞ്ഞു, മൂസ നബിയെ ഡോക്ടർമാർ ചെയ്യുന്നത് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. അവര് ചെയ്യുന്നത് യഅ്കുലൂന റിസാഖഹും വയുതയ്യിബൂന ഖുലൂബ ഇബാദി ഹത്താ യഅതിയഹും ശിഫാഇ ഔ ഖളാഇ. അവരവരുടെ ജോലി ചെയ്ത് തിന്നുകയാണ് മൂസ നബിയെ. അതവരുടെ ഉപജീവന മാർഗമാണ്. ശിഫ തരുന്നത് ഞാനാണ്. ഗുളിക കുടിച്ചാൽ ശിഫയാകുമെങ്കിൽ എല്ലാ രോഗികൾക്കും ശിഫ കിട്ടണ്ടേ? ഡോക്ടർമാര് പറയും ബോഡി റിയാക്ട് ചെയ്യുന്നില്ല. അതന്നെയായി പറയണത്. അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയാണ്. ഓപ്പറേഷൻ ചെയ്തു, ബോധം തിരിച്ചു വരുന്നില്ല. ബോധം തിരിച്ചു വരേണ്ടതാണ്. പ്രഗത്ഭനായ ഡോക്ടർ ചെയ്ത ഓപ്പറേഷനാണ്, പക്ഷേ സക്സസ്ഫുൾ ആയില്ല എന്ന് പറയും. നമ്മൾ പറയും ഓപ്പറേഷൻ ഫെയിലിയർ ആണ്. അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയാണ്. മൂസ നബിയുടെ ചോദ്യം എത്ര മനോഹരം! അല്ലാഹുവേ നീയാണ് രോഗം കൊടുക്കുന്നതെങ്കിൽ, നീയാണത് ശിഫയാക്കുന്നതെങ്കിൽ ഡോക്ടർമാർ ചെയ്യുന്ന പണി എന്താണ്? മൂസ നബിയെ അവരവരുടെ ഭക്ഷണം തിന്നുകയാണ്, കഴിഞ്ഞില്ല. വയുതയ്യിബൂന ഖുലൂബ ഇബാദി, എന്റെ രോഗികളായ അടിമകളുടെ മനസ്സിനൊരു സമാധാനം അവർക്ക് കൊടുക്കാൻ കഴിയും. ആ ഡോക്ടറെ കണ്ടു, മരുന്ന് തന്നിട്ടുണ്ട്, നാളെ ഓപ്പറേഷനാണ്, അല്ലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇച്ചിരി ആശ്വാസം തോന്നുന്നു. ഇവിടെ ഇതൊക്കെ കൊടുക്കുന്നത് അല്ലാഹു ആണ്. ഡോക്ടർക്ക് മരുന്ന് എഴുതി തരാമെന്നല്ലാതെ ആ കുടിച്ച ഗുളിക അല്ലെങ്കിൽ മരുന്ന് ശരീരത്തിനുള്ളിൽ ചെന്ന് പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ ആര് ചെയ്യും? അല്ലാഹു അല്ലാതെ. നമ്മുടെ ശരീരവുമായി ഇതിനെ പൊരുത്തപ്പെടിക്കേണ്ടത് ആരാണ്? സൃഷ്ടാവല്ലാതെ. അതുകൊണ്ട് മൂസ നബിയെ എന്റെ രോഗികളുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ ഡോക്ടർമാർക്ക് കഴിയും. ഒന്നുകിൽ എന്റെ വിധി മരണമാണെങ്കിൽ മരണം, അല്ലെങ്കിൽ ഞാൻ വിധിക്കുന്നത് ശിഫയാണെങ്കിൽ ശിഫ. അത് രണ്ടും വരുന്നത് വരെ രോഗികൾക്കൊരു മനസ്സമാധാനം കൊടുക്കലും ഡോക്ടർമാരുടെ ജോലിയാണ്. ശിഫ കൊടുക്കൽ അവരല്ല, ശിഫ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗം വന്നാൽ ശിഫയാക്കുന്നത് അല്ലാഹു തന്നെ, രോഗം തരുന്നതും അല്ലാഹു തന്നെ. അതല്ലേ നമ്മുടെ അഖീദ. പക്ഷേ നമുക്ക് തോന്നിപ്പോകും, ഡോക്ടർമാരുടെ കൈ പിടിച്ച് കരയുന്ന രോഗികളുണ്ട്. ആ നേരത്തെ മനോഗതി അങ്ങനെയാണ്. വല്ലാത്ത സങ്കടം, ഡോക്ടറെ നിങ്ങൾ എന്നെ കൈവിടരുതേ എന്നൊക്കെ പറഞ്ഞു പോകുന്ന രോഗികളുണ്ട്. വേദന കൊണ്ട്, വിഷമം കൊണ്ട്. സഹോദരാ സഹോദരി, അവരാർക്കും നിന്റെ രോഗം മാറ്റാൻ കഴിയില്ല. ഏകനായ സൃഷ്ടാവായ അല്ലാഹുവിനല്ലാതെ. രോഗവും അതിന്റെ ചികിത്സയും മഹാത്ഭുതമാണ്. ഡോക്ടർമാർക്ക് പോലും പിടികിട്ടാത്തതാണ്. അവരെഴുതിയ മരുന്ന് കൊണ്ട് ശിഫയാകാത്തത് പ്രാർത്ഥന കൊണ്ട് ശിഫയാകുന്നില്ലേ? കൊണ്ടുപോയിക്കോളൂ, 4-5 ദിവസം കഴിഞ്ഞാൽ ആള് മരിക്കുമെന്ന് പറഞ്ഞ കേസുകൾ എത്രയാണ്? പ്രാർത്ഥനയാൽ വർഷങ്ങളോളം ജീവിച്ചത് എത്ര അനുഭവങ്ങളുണ്ട്. ശിഫയാക്കുന്നത് അല്ലാഹുവാണെന്ന് ബോധ്യപ്പെടുത്താനാണത്, മനുഷ്യന്മാരുടെ കയ്യിലല്ല.
ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിടുന്ന ആളുകള് പെട്ടെന്ന് മരിക്കുന്നില്ലേ? വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര ആരോഗ്യമുള്ള ആളുകളാണ്. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. എത്ര ഹെൽത്തി ആരോഗ്യമുള്ള ആളുകള് ഒരു അസുഖവുമില്ലാതെ വളരെ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്. എത്ര രോഗികളാണ് കൊല്ലങ്ങളോളം കിടന്നത്. എത്ര രോഗികൾ കിടക്കുന്നുണ്ട്. 20 കൊല്ലം 30 കൊല്ലം രോഗം കൊണ്ട് മരുന്ന് കുടിച്ച് നടക്കുന്നു. 40 കൊല്ലം ഒരു കുഴപ്പവുമില്ലാതെ ചെറുപ്പക്കാരെ പെട്ടെന്ന് മരിക്കുന്നില്ലേ? ഈ ലോകത്തിന്റെ അവസ്ഥ അത്രയുള്ളൂ. ആ ഒരു നിമിഷത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഹസനുൽ ബസ്രി തങ്ങൾ പറയുകയാണ്, ജനങ്ങളെ ഫതഅമ്മൽ യാ ഇബാദല്ലാഹ് അഹ്വാലൽ മുഹ്തദിരീൻ. ശൂന്യ നിമിഷത്തേക്ക് കടന്നു പോകാനിരിക്കുന്ന ആളുകളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണമേ. മനുഷ്യന്റെ മനസ്സ് മാറിപ്പോകുന്ന നേരമാണത്. ഹൃദയത്തിൽ നിന്ന് ചാഞ്ചല്യമുണ്ടാകുന്ന സമയമാണ്. വേദന വരുന്ന നേരം. മരണത്തിന് 300 വാളിന്റെ വെട്ടിന്റെ വേദനയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതങ്ങ് ഓർത്തു നോക്കുകയാണെങ്കിൽ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഏത് സയന്റിസ്റ്റിനും മരിക്കണം, ആസ്ട്രോനോട്ടിനും മരിക്കണം, വലിയ വലിയ മുതലാളിമാർക്ക് മരിക്കണം, വെസ്റ്റേൺസിനും ഈസ്റ്റേൺസിനും ഓറിയന്റൽസിനും ഒക്കെ മരിക്കണം. ആർക്കും ഇത് ബാധകമാണ്. മനുഷ്യന്റെ സർവാത്മനായുള്ള ഏകത്വം, മനുഷ്യന്റെ സമത്വം ബോധ്യപ്പെടുന്ന ഒരു വിഷയം മരണമാണ്. എല്ലാവർക്കും ഒരുപോലെ. VIP ഒരു മരണം, പാവപ്പെട്ടവനൊരു മരണം, അങ്ങനെയല്ല. എല്ലാവർക്കും മരണം ഒരുപോലെ. അല്ലാഹു ആ നേരം നമുക്ക് ഖൈറാക്കി തരട്ടെ. നമ്മുടെ ഉപ്പമാരും വല്യപ്പമാരൊക്കെ ആ ഘട്ടം കഴിഞ്ഞു പോയി. അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. വാടകക്ക് വന്ന പോലെയാ നമ്മൾ ഭൂമിക്ക് മീതെ, ഭൂമി എന്ന വാടക കെട്ടിടത്തിലാ നമ്മൾ. സമയം കഴിഞ്ഞ് ഇറങ്ങി കൊടുക്കണം. അടുത്ത ടീം ഇവിടെ വരും. നമ്മളൊക്കെ മണ്ണിനടിയിൽ പോയി, പുതിയ ടീം ഭൂമിക്ക് മുകളിൽ വരും. നമ്മുടെ മുൻഗാമികൾ ഇവിടെ മുകളിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വേദം 40 ദിവസത്തെ വേദമൊക്കെ പറഞ്ഞ വലിയ വലിയ ഉസ്താദുമാർ അല്ലെ. വലിയത്ര ഉസ്താദിൻ്റെ വേദമൊക്കെ 30 ദിവസം 40 ദിവസം 1 മാസം അങ്ങനെയൊക്കെ പല വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാരുടെ ഒക്കെ വേദ മസ്അല വേദകളൊക്കെ നടന്നിരുന്ന കാലം. ഉസ്താദുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. വലിയത്ര ഉസ്താദും ജീവിച്ചിരിപ്പുണ്ട്. വാർദ്ധക്യ സംബന്ധമായ പ്രയാസത്തിലാണെന്ന് അറിഞ്ഞത്. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ രണ്ടുപേർക്കും. ഇവരൊക്കെ ഒരുപാട് വാഅദീങ്ങൾ, ഒരുപാട് ദീനിന്റെ ദാഇകൾ അന്ന് ഉണ്ടായിരുന്ന ആളുകളൊക്കെ മരിച്ചുപോയി. ഇപ്പം നമ്മൾ ഭൂമിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. നമ്മൾ അടിയിലേക്ക് പോകും. നമ്മുടെ അടുത്ത തലമുറ ഭൂമിൻ്റെ മീതെ വന്നിരിക്കും അല്ലേ. വാടക കെട്ടിടം ഒഴിഞ്ഞെടുക്കണ പോലെ ഇതൊരു വാടക കെട്ടിടമാണ്. അത്രയേ ഉള്ളൂ. സമയം കഴിഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കണം. ആ ഒരു നേരത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കച്ചറയും പ്രശ്നങ്ങളും പിണക്കങ്ങളും കണ്ടുകൂടായ്മയും അസൂയയും ഒക്കെ കൊണ്ട് നടക്കുന്നത് എന്നാലോചിക്കുമ്പോൾ എത്ര നിസ്സാരമാണ് നമ്മുടെ ഈ ജീവിതം എന്ന് ആലോചിച്ചു നോക്കും മുഅ്മിനെ. നമ്മളിതൊക്കെ ചെയ്യേണ്ടവരാണോ? ആ ഒരു കുറഞ്ഞ നേരം സ്നേഹത്തോടെ, ദയാവായ്പോടെ, കരുണയോടെ ജീവിച്ചാൽ എന്ത് മനോഹരമായിരിക്കും ഈ ജീവിതം, എന്ത് മനോഹരമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരക്കാൻ പറഞ്ഞു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സന്മാർഗം നൽകിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സന്മാർഗം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാവരുതേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നിന്നിൽ നിന്ന് ഓശാരമായി നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, നീ ഔദാര്യം ചെയ്യുന്നവനാണല്ലോ, നീ കരുണ ചെയ്യുന്നവനാണല്ലോ റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ മാറ്റിമറിക്കപ്പെടരുതേ. ഖൽബിനൊരു മാറ്റം വരും. നന്നായി ജീവിച്ച ആളുകളെ പെട്ടെന്ന് വഴിതെറ്റിപ്പോകും. കുറെ വഴിതെറ്റി നടന്നവര് ഒരു ഹജ്ജിന് പോവുക, ഒരു ഉംറക്ക് പോവുക. എന്തേ? ഒന്നുമില്ല, എനിക്കങ്ങനെ തോന്നുന്നു. ഇക്കാലം വരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു. അങ്ങനെ ഹജ്ജിന് പോകുന്നു അല്ലേ, തിരിച്ചു വരുന്നു. ഒരാഴ്ച കൊണ്ട് ആൾ മരിച്ചു പോകുന്നു. എന്ത് റാഹത്തുള്ള മരണം. മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യാതെ പോരുന്ന വമ്പന്മാരുണ്ട്. അവരുടെ സംഘടനകൾക്ക് തെളിവ് കൊടുക്കേണ്ടി വരും, വിശദീകരണം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ചെയ്യാനില്ല. മുസ്ലിം തന്നെയാണ്, പക്ഷേ ചെയ്യാതെ പോരും. കഅബയുടെ മുമ്പിലൂടെയൊക്കെ ടൂറായിട്ട് കറങ്ങിപ്പോകുന്ന, ഇഹ്റാം ചെയ്യാതെ പോകുന്ന മഹാന്മാരൊക്കെ ഉണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ. ഒന്നുമില്ല, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വിശദീകരണം കൊടുക്കേണ്ടി വരും എന്നതിൻ്റെ പേരിൽ. എന്താ ഈമാനൊക്കെ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ചില ആളുകൾ അങ്ങനെയല്ല, അവരങ്ങോട്ട് എത്താൻ കൊതിക്കും, ആഗ്രഹിക്കും, അങ്ങോട്ട് ചെല്ലും.
വളരെ പെട്ടെന്ന് കഴുകി ശുദ്ധിയാക്കപ്പെട്ടവരായി തിരിച്ചു വരും. പിന്നെ മരണത്തിലേക്ക്, അത് റാഹത്തുള്ള മരണമാണ്. ഹജ്ജ് കഴിഞ്ഞ് മരിക്കുക, ഉംറ കഴിഞ്ഞിട്ട് മരിക്കുന്നു. ആയുസ്സിന് അള്ളാഹുവിനോട് ആയുസ്സിനെ ചോദിക്കേണ്ടവരാണ് നമ്മൾ. പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയല്ല ദ്വാരക്കേണ്ടത്. നമ്മളൊക്കെ ദ്വാരക്കും പറയും, ചിലരെങ്കിലും പറയും ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് മരിക്കുമ്പോൾ ഈമാൻ കിട്ടണം എന്നാണ്. അങ്ങനെ പറയേണ്ടത്. മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം, മരിക്കാൻ വേണ്ടി ദ്വാരക്കണ്ട. അള്ളാഹുവിനോട് ആയുസ്സിനെ ചോദിക്കണം. കുറേ നന്മ ചെയ്യാൻ കഴിയണം, കുറേ നന്മ ചെയ്യണം അവസാനം വരെ. മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന കിടത്തത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മ ദാനം ചെയ്യലാണ്. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന ആള് റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ എന്ന് പറയാൻ കാരണം. റബ്ബേ ഞാൻ സ്വതക്ക ചെയ്യാം, റൂഹണ്ട് എത്തുമ്പോഴേ റബ്ബേ എൻ്റെ റോഡ് സൈഡിൽ 5 സെന്റ് ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം എന്ന് പറയാനൊരു നേരം അള്ളാഹു വിട്ടു തരൂല. ടൈം ഈസ് ഓവർ, ടൈം ഈസ് അപ്പ്, സമയം കഴിഞ്ഞു. പരീക്ഷ അങ്ങനെയാണല്ലോ. പരീക്ഷ ടൈം കഴിഞ്ഞാൽ പിന്നെ പേന തൊടാൻ പാടില്ല, കഴിഞ്ഞു. ഉത്തരം എനിക്ക് അറിയുമല്ലോ, അത് നേരത്തെ എഴുതണം. ഞാൻ സമയം കിട്ടിയില്ല, സമയം അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ സമയം കിട്ടുന്നില്ല എന്നപ്പോൾ പറയുന്ന വിഷയം. സ്കരിക്കാൻ നേരമില്ല, ഖുർആൻ ഓതാൻ നേരമില്ല, അള്ളാഹിനെ പറ്റി ചിന്തിക്കാൻ നേരമില്ല. നമുക്ക് വാട്സപ്പും ഫേസ്ബുക്കൊക്കെ നോക്കിയിരിക്കാനേ സമയമുള്ളൂ. അള്ളാഹുവിനോട് ദുആ ഇറക്കണം എന്നാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. കാരുണ്യവാനേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ വഴിതെറ്റിപ്പോവാതെ നീ കാത്തു സൂക്ഷിക്കണമേ, നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. അല്ലാഹുവിന്റെ കരുണയെ ചോദിക്കണം. മനുഷ്യന്റെ ഹൃദയം മാറിമറിയുന്നതാണ്. ഹൃദയത്തിലൂടെ നമ്മൾ അറിയാതെ ചിലപ്പോൾ പലതും വന്നു പോകും. ചിലരൊക്കെ അങ്ങനെ സംശയം വിളിച്ച് ചോദിക്കാറുണ്ട്. ഹൃദയത്തിലൂടെ മോശപ്പെട്ട ചിന്തകളൊക്കെ വന്നു പോകുന്നു, എന്താ ചെയ്യുക? നിസ്കരിക്കുമ്പോഴൊക്കെ മോശപ്പെട്ട ചിന്തകൾ വരുന്നു, നമ്മൾ അറിയാതെ കയറി വരുന്നു. അതിന് കുറ്റമില്ല, നമ്മളതിൻ്റെ പിന്നാലെ പോകരുത്. പൈശാചികമായ ഹവാജിസുകൾ വരും, അതൊക്കെ പൊറുക്കപ്പെടും. നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തല്ലോ. ഖൽബിൽ അങ്ങനെയൊക്കെ ചില നിമിഷങ്ങളിൽ പെട്ടെന്ന് ഹൃദയം നമുക്ക് മോശപ്പെട്ട ചിന്തകൾ വന്നേക്കാം. സ്വഹാബിമാര് പറയാറുണ്ട്, നബിയേ ഞങ്ങളുടെ ഖൽബിൽ ചില കാര്യങ്ങളൊക്കെ വന്നു പോകുന്നു, ഞങ്ങളത് പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ഠനാളം മുറിക്കപ്പെടും. അത്രയും ഗുരുതരമായ, പറയാൻ പാടില്ലാത്തത് ഞങ്ങളുടെ ഖൽബുകളിൽ വന്നു പോകുന്നുണ്ട് നബിയേ. തങ്ങളുടെ മറുപടി അൽഹംദുലില്ലാഹില്ലദീ ജഅല കൈദഹു വസ്വസ. പിശാചിന്റെ ആ ഒരു ദുർബോധനം ഒരു വസ്വാസിൽ ഒതുങ്ങിയല്ലോ, അൽഹംദുലില്ലാ. നിങ്ങൾ പറയരുത്, അവൻ തോന്നിപ്പിക്കുന്ന പോലെ ചെയ്യുകയും അരുത്. ഏതെങ്കിലും യുക്തിവാദികളുടെ പ്രസംഗം കേട്ടു, ഏതെങ്കിലും ഭൗതികവാദികളുടെ ഏതെങ്കിലും ചില വാദങ്ങൾ കേട്ടു. പിന്നെ നെറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ വളരെ അൺലിമിറ്റഡ് നോളേജ് എന്ന് ഞാൻ പറയുന്നില്ല. അബ്ദുസ്സലാം ബഖി ഇവിടെ പറഞ്ഞു, എല്ലാം അറിയേണ്ടതല്ല, എല്ലാം ഇൽമുമല്ല, അള്ളാഹുലേക്ക് കൊണ്ടുപോകുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാ അവിടെ പഠിക്കേണ്ടത്, ജോലി കിട്ടാനല്ല. നമ്മളൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോവുക. എന്തിനാ പഠിക്കേണ്ടത്? എൻ്റെ സൃഷ്ടാവ് അള്ളാഹു ആണെന്നറിയാൻ. പിന്നെ ജോലി വേണം, പക്ഷെ നമ്മുടെ പഠനത്തിന്റെ ആകത്തുക ലക്ഷ്യം എന്താവരുത്? ജോലിയാവരുത്. അങ്ങനെയാണ്. അപ്പൊ ഹൃദയം അള്ളാഹുവിന്റെ കയ്യിലുള്ള സംഗതിയാണ്, പെട്ടെന്ന് മാറിമറിഞ്ഞു പോകും. ലഖൽബു ഇബ്നി ആദമ അശദ്ദു തഖല്ലുബൻ മിനൽ ഖിദ്രി ഇദാ ഇസ്തജ്മഅത് ഗൽയാനാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇമാം തുബ്റാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്ന ഹദീസാണിത്. ലഖൽബു ഇബ്നി ആദമ, മനുഷ്യ മക്കളുടെ, ആദം നബിയുടെ മക്കളുടെ, മനുഷ്യരുടെ ഹൃദയം, അശദ്ദു തഖല്ലുബൻ, മനുഷ്യ ഹൃദയം വളരെ കൂടുതൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഏതിനേക്കാൾ? ഒരു ഉദാഹരണം, മിനൽ ഖിദ്രി ഇദാ ഇസ്തജ്മഅത് ഗൽയാന. ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം വെച്ച് ആ വെള്ളമെങ്ങാനും തിളച്ചു മറിയുമ്പോൾ ഉരുണ്ട് മറിയുന്ന പോലെ, തിളച്ച വെള്ളം മാറി മറിയുന്ന പോലെ മനുഷ്യഹൃദയം മാറി മറിയുന്നുണ്ട്. അത് പിടിച്ചു വെക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും ദുആ ചെയ്തിരുന്നത്. മഹദിയായ നമ്മുടെ ഉമ്മയായ ഹബീബിന്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മഹദിയോട് ശഹ്റു ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഉമ്മു സലമ മാ അക്സറു ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഇൻദകി. അല്ലാഹുവിന്റെ റസൂല് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഹബീബിന്റെ പ്രാർത്ഥനകളിൽ, ഹബീബ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ധാരാളം പ്രാർത്ഥിച്ചിരുന്നത് എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ഉമ്മു സലമ ബീവിയോട് ചോദിച്ചു.
ഉദിക്കുമ്പോൾ മഹദി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അക്സറു ദുആഇഹി ഇദാ കാന ഇൻദി. മഹദിയുടെ അരികത്ത് നബി തങ്ങൾ താമസിക്കാൻ വരുന്ന ദിവസങ്ങളിൽ, രാവുകളിൽ ഹബീബായ നബിയുടെ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരയണമേ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയം നിന്റെ ദീനിലായി അടിയുറപ്പിച്ച് നിർത്തിത്തരയണമേ. ഇതായിരുന്നു ഹബീബ് രാത്രികാലങ്ങളിലെ നിസ്കാരങ്ങളിൽ എൻ്റെ അരികത്ത് വരുമ്പോൾ ദുആ ചെയ്യാറുണ്ടായിരുന്നതെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഹബീബിന്റെ പ്രാർത്ഥന നോക്കണം. അല്ലാഹുവിന്റെ റസൂല് മഅസൂമല്ലയോ, പാപസുരക്ഷിതരല്ലയോ? ഹബീബിന്റെ ഹൃദയം എങ്ങനെ മാറിപ്പോകാനാണ്? ഹാഷാ ലി റസൂലില്ലാഹി അൻ യതഖല്ലബ ഖൽബു. പക്ഷേ നമുക്ക് വേണ്ടിയാണ് ആ പറയുന്നത്, നമ്മളോട് പ്രാർത്ഥിക്കാനാണ് ആ പറയുന്നത്. നമ്മളാരും സമാധാനിച്ചിരിക്കരുത് ഞാൻ രക്ഷപ്പെട്ടവനാണെന്ന തോന്നലോടുകൂടെ. അങ്ങനെ ഉണ്ടാവരുത്. അള്ളാഹുവിൻ്റെ അനിയന്ത്രിതം, അള്ളാഹുവിൻ്റെ തീരുമാനം എങ്ങനെയെന്ന് നമുക്കറിയുമോ? റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖളായിൽ പോലും അള്ളാഹു മാറ്റം വരുത്തുമത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം ചാഞ്ചാട്ടത്തിൽപ്പെടാതെ അള്ളാഹു നമുക്കും, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥിനികൾ, കോളേജുകളിൽ പഠിക്കുന്നവര്, കോളേജ് പ്രൊഫസർമാര്, അവിടെ ലേഡി ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, ജെൻസ് ഉണ്ടായിരിക്കാം. ഏറ്റവും കൂടുതൽ നിരീശ്വരവാദം കുത്തിവെക്കുന്ന പ്രൊഫസർമാർ നമ്മുടെ നാടുകളിലെ കോളേജുകളിൽ ഉണ്ട് എന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ച് സയൻസ് പഠിപ്പിക്കുന്നവര്, സയന്റിസ്റ്റുകളാകുമ്പോഴേക്കും അഹങ്കാരം വരുന്നവര്, സയന്റിസ്റ്റുകളായ ടീച്ചേഴ്സ് അധികവും, ബഹുഭൂരിഭാഗവും എന്ന് ഞാൻ പറയുന്നത് ലോകാടിസ്ഥാനത്തിൽ നോക്കിയാൽ അങ്ങനെയാണ്. ഇനി മലയാളക്കരയിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ക്യാമ്പസുകളിൽ യുക്തിവാദം കുത്തിവെക്കപ്പെടുന്നുണ്ട്. യുക്തിവാദികളായി നമ്മുടെ മക്കൾ മാറുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ ആ പഠിപ്പിക്കുന്ന പ്രൊഫസറുടെ കണ്ടെത്തലുകളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളിൽ വിശ്വാസ ചാഞ്ചല്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ലോകാടിസ്ഥാനത്തിൽ നോക്കിയാൽ സയൻസ് പഠിപ്പിക്കുന്നവർ യുക്തിവാദം പറയുന്നുണ്ട്. ഞാനൊരു അധ്യാപകനാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകർ എനിക്കറിയാം. അവർ വെസ്റ്റേൺസ് ആണ്, പടിഞ്ഞാറുകാരാണ്. പരിസരത്തുള്ള സ്കൂളുകളുമായി, കോളേജുമായി ബന്ധങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ സയൻസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ നിരീശ്വരവാദം പറയുന്നു. എത്രമാത്രം അതിശയോക്തമാണ്. സയന്റിസ്റ്റുകൾ കണ്ടെത്തിയത് എന്താണ്? പ്രപഞ്ച സ്രഷ്ടാവ് സൃഷ്ടിച്ച വസ്തു എങ്ങനെ എന്ന് പരിശോധിക്കുക മാത്രമേ സയന്റിസ്റ്റിന് ചെയ്യാൻ കഴിയൂ. അത്രയല്ലേ ചെയ്യാൻ കഴിയൂ. ഒരു അനിമൽ സെല്ലിൽ എന്തുണ്ട്, ഒരു പ്ലാന്റ് സെല്ലിൽ എന്തുണ്ട്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ എന്താ സംഭവിക്കുന്നത്, എത്ര ഇലക്ട്രോണുകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്, എന്താണ് ഒരു വസ്തുവിന്റെ മോഷൻ, എന്താണ് അതിന്റെ സ്പീഡ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെ വ്യാഖ്യാനിക്കുകയോ തുറന്ന് മനസ്സിലാക്കുകയോ ചെയ്യലല്ലാതെ ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സയന്റിസ്റ്റുകൾക്ക് കഴിയോ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് ഇത്ര മനോഹരമാണെന്ന്, വാവ്, the wonderful creation of Allah, amazing, marvelous creation of Allah, ഇത് പറയേണ്ടടത്താണ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു ദൈവത്തിന്റെ ആവശ്യമുണ്ടോ? പൊന്നു ടീച്ചറെ, അധ്യാപകനെ, നിങ്ങളുടെ തലച്ചോറ് വെറുതെ ഉണ്ടായതാണോ? അത് നിങ്ങളായിട്ട് കൊണ്ടുവച്ചതാണോ? അവിടെ അതിനൊരു സൃഷ്ടാവ് വേണ്ടേ? എന്നിട്ടാണോ നിസ്സാരമായ ആറ്റം കണികകൾ പോലും ഇണകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന മഹാത്ഭുതങ്ങൾ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു പരിശുദ്ധനാണ്. സ്രഷ്ടാവ്, ദൈവം എന്ന് വിളിക്കാൻ മനുഷ്യന് അഹങ്കാരം കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് പ്രകൃതി എന്ന് പറയുന്നത്. അഹങ്കാരം കൊണ്ടാണ് ഈ പ്രകൃതി വലിയ അത്ഭുതമാണ്. എന്താണ് നിങ്ങൾ പ്രകൃതി കൊണ്ട് ഉദ്ദേശിച്ചത്? അങ്ങനെ സംഗതി ഉണ്ടോ? അതെന്ത് വികൃതിയായി പ്രകൃതി എന്ന് പറയുന്നത്? പ്രകൃതി അങ്ങനെ സൃഷ്ടിച്ചു. You tell me, what is പ്രകൃതി? What do you mean by nature? It's Allah's creation. സർവശക്തനായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ, സൃഷ്ടാവിനെ അംഗീകരിക്കാൻ നിനക്ക് മനസ്സില്ലാത്തത് കൊണ്ട് നീ വിളിക്കുന്ന പേരാണ് ദൈവം എന്ന് പറയേണ്ടടുത്ത് നിന്റെ അഹങ്കാരം കൊണ്ട് നീ പറയുന്ന പേരാണ് പ്രകൃതി. അല്ലെങ്കിൽ നീ ദൈവം എന്ന് പറയേണ്ടവനാണ്. പ്രകൃതിക്കൂടെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സംഗതി ഉണ്ടോ പ്രകൃതി എന്ന് പറഞ്ഞിട്ട്? പ്രപഞ്ച സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പല്ലേ പ്രകൃതി. ആറ്റം കണികകളും മോളിക്യൂളുകളും തന്മാത്രകളും നമ്മൾ കാണുന്ന സയൻസ് ലോകത്തിന്റെ ചെറിയ മൈന്യൂട്ട് വിഷയം മുതൽ ഭീമാകാരമായ സയന്റിഫിക്
ഡിസ്കവറീസ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇതൊക്കെ ഒരു മനുഷ്യന് വെറുതെ ഉണ്ടാക്കാൻ കഴിയോ? ആർക്ക് ചെയ്യാൻ കഴിയും ഇതൊക്കെ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മുമ്പിൽ പ്രണാമം നമിക്കേണ്ടതിന് പകരം നമ്മുടെ കൊച്ചു വിദ്യാർത്ഥികളെ നിരീശ്വരവാദികളാക്കി വിടുന്ന ആളുകൾ, ദയവ് ചെയ്ത് നിങ്ങൾ പഠിപ്പിച്ചാൽ മതി, നിരീശ്വരവാദം പഠിപ്പിക്കരുത്. സയൻസ് പഠിപ്പിച്ചേക്കാം, പക്ഷെ നിരീശ്വരവാദം അത് നിങ്ങളുടെ കീശയിൽ കിടന്നോട്ടെ. വിദ്യാർത്ഥികളെ സ്വതന്ത്രമായി ചിന്തിപ്പിക്കുക. ഇസ്ലാം യുക്തിചിന്തക്കെതിരല്ല, അവർ ചിന്തിക്കട്ടെ, പഠിക്കട്ടെ. യുക്തിഭദ്രമായൊരു മതം ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണെന്ന് ഞാൻ പറയുന്നത് കേവലം അവകാശവാദമല്ല. മറ്റു മതങ്ങളെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവും. ഇത് കണ്ണും ചിമ്പിയുള്ള വിശ്വാസമല്ല. ഓരോ വിശ്വാസത്തിനും നമ്മുടെ മുമ്പിൽ പ്രമാണമുണ്ട്. അതാണ് ഇസ്ലാം. വെറുതെ നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല. ഇസ്ലാമിക പ്രമാണബദ്ധമാണ് മനുഷ്യ ജീവിതം, മുസ്ലിമിന്റെ ജീവിതം. അതുകൊണ്ട് യുക്തിചിന്ത വളരട്ടെ, ആളുകൾ പഠിക്കട്ടെ. പക്ഷേ നിങ്ങൾ യുക്തിവാദം പറയല്ല, യുക്തിവാദം പഠിപ്പിക്കല്ല. സിന്ദീഖ് അങ്ങനെ ആയി പോകരുത്. അതുകൊണ്ട് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, ഹൃദയം നിന്റെ മതത്തിലായി നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ലോകത്തിന്റെ ഗുരു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങൾ മാറ്റിമറിയാൻ എളുപ്പമാണ്, എൻ്റെ ഹൃദയം നിന്റെ ദീനിലായി നിലനിർത്തി തരണമേ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ശൂന്യവേളയെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ചുള്ള വ്യാകുലതകളിൽ നമ്മുടെ വ്യാകുലതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖ് കൊണ്ട് പരീക്ഷിക്കുമോ എന്ന് പേടിക്കേണ്ടത്, കപടവിശ്വാസം വന്നു പോകുമോ എന്ന് പേടിക്കേണ്ടത്. മഹാന്മാർ പറയും, മഹാനായ യസീദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, നമ്മുടെ മുൻഗാമികളിലെ പ്രഗൽഭനായ പണ്ഡിതൻ, മഹാനായ യസീദ് എന്നിവരെ പറയുന്നു, ഇദസ്തവാ ളാഹിറുൽ മുഅ്മിനി വ ബാതിനുഹു ഫദാലികൻ നിസ്ഫു. ഒരു മനുഷ്യന്റെ പുറമേയും അകമേയും ഒരുപോലെയാണെങ്കിൽ, ജനങ്ങളുടെ മുമ്പിൽ കാണുന്ന പോലെ തന്നെയാണ് അയാളുടെ സ്വകാര്യ ജീവിതമെങ്കിൽ, ഫദാലികൻ നിസ്ഫു അൽ ഇൻസാഫ്, അത് നീതിയാണ്. ഓക്കെ, അവൻ നീതിമാനാണ്. ജനങ്ങളുടെ മുമ്പിൽ നടക്കുന്ന പോലെ തന്നെയാണ്, നല്ലവനായിട്ടാണ് രഹസ്യത്തിലും, അത് നീതിയാണ്. ഇനി എന്താ സംഭവിക്കുക? വഇദാ കാനൽ ബാതിനു ഖൈറൻ മിനൽ ളാഹിരി. ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ രഹസ്യമെങ്കിൽ, ഫദാലികൽ ഫദ്ലു, അതാണ് മഹത്വം. ജനങ്ങളുടെ മുമ്പിൽ വലിയ ഉഷാറൊന്നുമല്ല, രഹസ്യമായി ഒറ്റക്കിരുന്ന് റൂമിലിരുന്ന് മുസല്ല വിരിച്ച് പൊട്ടിക്കരയുന്ന ആളാണെങ്കിൽ, രഹസ്യമായ ഇബാദത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ, ഫദാലികൽ ഫദ്ലു, അതാണ് ശ്രേഷ്ഠത. ഇനി നമ്മുടെ രഹസ്യമെങ്ങാനും വഇദാ കാനല്ലാഹിറു ഖൈറൻ മിനൽ ബാതിനി, നമ്മുടെ രഹസ്യത്തെക്കാളും നമ്മുടെ പരസ്യമാണ് നല്ലതെങ്കിൽ, മോശപ്പെട്ടതിനെ കുറിച്ചല്ല, നമ്മുടെ പരസ്യവും രഹസ്യവും എതിരാണ് എന്നുമല്ല, നമ്മുടെ രഹസ്യത്തെക്കാളും നമ്മുടെ പരസ്യമാണ് ഏറ്റവും നല്ലതെങ്കിൽ, ഫദാലികൽ ജൗറു, അത് പരാക്രമമാണ്, അത് അക്രമമാണ്, ദുൽമാണ്, അത് ശരിയല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ അങ്ങനെയല്ലേ ഉദ്ദേശിക്കുക? നമ്മുടെ രഹസ്യത്തെക്കാളും ആളുകൾ കാണുമ്പോൾ നമ്മൾ ഉഷാറായിക്കോട്ടെ, അത് ദുൽമാണ്, അത് നിന്നോട് ചെയ്യുന്ന അതിക്രമമാണ്. അങ്ങനെയല്ല വേണ്ടത്. നിന്റെ പരസ്യത്തെക്കാളും നിന്റെ രഹസ്യം നന്നാവണം, അല്ലെങ്കിൽ നീ ഈക്വൽ ആവണം. അതൊരു നീതിയാണ്. ഇത് ജനങ്ങളുടെ മുമ്പിലെത്തുമ്പോ എന്തോ ഒരു കാട്ടിക്കൂട്ടല്, ഒറ്റക്കാകുമ്പോ ആ ഒരു മനസ്സാന്നിധ്യമോ ഇഖ്ലാസോ നമുക്ക് വരുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇപ്പൊ നമ്മൾ ഇവിടെ സംഭാവന ചെയ്തു, ഇപ്പൊ ഈ ബക്കറ്റിൽ കൊടുത്തവരും കൊടുക്കാത്തവരും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞു പോയിട്ട് ഇതിന്റെ സംഘാടകരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആരും കാണാതെ, അല്ല, നിങ്ങളുടെ ഖുർആൻ സ്റ്റഡീസിന് ഇനി എത്ര സംഖ്യ ബാക്കിയുണ്ട്, ഇനി എത്രയാണ് നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ വേണ്ടത്? എൻ്റെ കയ്യിൽ ഇച്ചിരി കാശുണ്ട്, ഞാനിത് തരാം, നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങൾ കമ്മിറ്റിക്കാർ മാത്രം അറിഞ്ഞാൽ മതി. അതവിടെ കൊടുത്തേൽപ്പിച്ചു. പരസ്യമായിട്ട് കൊടുത്തത് 500 പക്ഷെ ആരും കാണാതെ ഒരു 10 ലക്ഷം അയാൾ കൊടുത്തു. അതാണ് നമ്മൾ പറയുന്ന ഫദുൽ. ഇതാണ് മഹത്വം. നമ്മുടെ രഹസ്യം പരസ്യത്തെക്കാളും നന്നാവണം. രഹസ്യവും പരസ്യവും ഒരുപോലെയായാൽ നീതിയാണ്. നമ്മുടെ പരസ്യം രഹസ്യത്തിനേക്കാളും മുന്തിയതാണെങ്കിൽ ഇതൊരു തരം കള്ളത്തരമാണ് എന്ന് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ് റഹ്മത്തുള്ളാഹി അസീദ് ഇബ്നുൽ ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വചനമാണ്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് ആലോചിക്കേണ്ടത്.
നമ്മൾ അങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ വിധാവിലായിപ്പോയി. ഇന്ന് കാട്ടിക്കൂട്ടലുകളുടെ ലോകമാണ്. ചെറുത് ചെയ്യുക, വലിയ പിക്ചർ കൊടുക്കുക, ഫോട്ടോ അല്ലേ, മന്ത്രിമാർ മുതൽ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ അല്ലേ, ചെറിയൊരു ചെടി അതിൻ്റെ കവറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കുഴി കുഴിച്ചിങ്ങനെ മന്ത്രി ഇതാ ചെടി നടുന്നു. മന്ത്രി നട്ടിട്ടില്ല, പിടിച്ചിട്ടേ ഉള്ളൂ ഫോട്ടോ എടുക്കാൻ വേണ്ടി, പിന്നെ മൂപ്പര് വിട്ടതാണ്. പക്ഷേ നമ്മൾ പറയാ മൂപ്പര് നട്ടിട്ടില്ല, പിടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നിസ്സാരമായ വിഷയം നമ്മൾ ചെയ്യും, വലിയ ബാനർ, വലിയ പോസ്റ്ററുകൾ, ചെയ്യാത്തത് മുഴുവൻ ജനങ്ങളോട് വിളിച്ചു പറയും. നമ്മൾ ചെയ്യാറില്ല. ഇത് മുസ്ലിം ഉമ്മത്തിന് പാടില്ല. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലാത്ത സംഘടനകളോ ചെയ്തോട്ടെ, നമുക്ക് പാടുള്ളതല്ല. നമ്മൾ ചെയ്യുന്നത് തന്നെ മുഴുവൻ പറയാൻ പാടില്ലാത്തവരാണ്. വിളിച്ചു പറയരുത് ആവശ്യത്തിനല്ലാതെ. ആ പറച്ചിൽ കൊണ്ടൊരു നന്മയുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ മിണ്ടണ്ട. എന്തിന് ജനങ്ങൾ അറിയണം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു, പടച്ചു തമ്പുരാൻ സ്വീകരിക്കണം. അത്രയല്ലേ വേണ്ടൂ, അത്രയല്ലേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. മനുഷ്യന്മാർ നല്ല വാക്ക് പറഞ്ഞു, അത് കേൾക്കാൻ വേണ്ടി നമ്മൾ ചെയ്തെങ്കിൽ നമ്മൾ ചെയ്തത് വൃഥാവിലാണ്, ഒരു കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത നൽകട്ടെ. അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാ. 4 വിഷയങ്ങളുണ്ട്, അതാരിലെങ്കിലും സംഭവിച്ചാൽ അവർ ശരിക്കും കപടവിശ്വാസിയാണ്. من كانت فيه ومن كانت فيه خصلة منهن كانت فيه خصلة من النفاق حتى يدعها. ഈ 4 ഏതെങ്കിലും ഒരു ചീത്ത സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ കപടവിശ്വാസത്തിന്റെ ഒരു ദുസ്വഭാവം അയാളിലുണ്ട് എന്ന് തന്നെയാണ്. ആ സ്വഭാവം അയാൾ ഒഴിവാക്കുന്നവരെ 4 കാപട്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഹദ്ദസ കദബ, വായ തുറന്നാൽ നുണ പറയും. വഇദാ ആഹദ ഗദറ, കരാർ ചെയ്താൽ, എഗ്രിമെന്റ് ചെയ്താൽ അത് ബ്രേക്ക് ചെയ്യും, അത് പൊളിക്കും, വാക്ക് പാലിക്കില്ല. വഇദാ തുമിന ഖാന, അവനെ വിശ്വസിച്ചൊരു ഷോപ്പിലോ കമ്പനിയിലോ വീട്ടിലോ ഒരു കാര്യം അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അതിനുള്ളിൽ നിന്ന് വഞ്ചന ചെയ്യും. മുതലാളി അറിയാതെ പൈസ പൊക്കും. അവൻ വഞ്ചന ചെയ്യുന്നവനാണ്, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല. പല ബസ് മുതലാളിമാരും വലിയ നഷ്ടത്തിലാണെന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നു ബസ് നടത്തിയ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബസ് മുതലാളിമാർ നഷ്ടത്തിലാവണത് കണ്ടക്ടറും ഡ്രൈവറും ക്ലീനറൊക്കെ ഒത്താ പിന്നെ മുതലാളി പുറത്ത് തന്നെയാണ്. കോഴിക്കോട്ടൊക്കെ കയറി ഇരുന്നാലേ ബില്ല് കൊടുക്കണ കുന്നംകുളത്തൊക്കെയുള്ള ബില്ലാ. സുബ്ഹാനല്ലാഹ്. പിന്നെ മുതലാളി ഇങ്ങനെ രക്ഷപ്പെടുക, അതും കാർബൺ പേപ്പർ മറിച്ച വെക്കുക. എന്നിട്ട് മൂപ്പര് കണ്ടക്ടർ അവസാനം ഉറങ്ങാതെ 2 മണിക്കൂർ പെരയിൽ ചെന്നിട്ട് കണ്ടക്ടർക്ക് പണി. ഈ കാർബൺ പേപ്പർ ശരിക്കും വെച്ചിട്ടുണ്ട് മുതലാളിക്ക് വേണ്ടി എഴുത്തിയതിൽ 15 റുപ്യേൻ്റെ പോയിൻ്റൊക്കെ മുതലാളിക്ക് വേണ്ടി 4.50, 5 റുപ്യ 10 റുപ്യ വഞ്ചിക്കുക. അതൊക്കെ കുറച്ച് കാലമൊക്കെ ഇങ്ങനെ ഒരു വീടൊക്കെ വെച്ചെന്ന് വരും. ആ വീടും പറമ്പും വിൽക്കേണ്ടി വരും. അവൻ അസുഖം വന്ന് അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാൻ. അതാ പിന്നെ വരാൻ പോകുന്നത്. വഞ്ചന കൊണ്ടുണ്ടാക്കുന്നത് എല്ലാം അങ്ങനെയാണ്. ഒരു നുര പോലെയാണ്, പൊന്തിങ്ങനങ്ങ് വരും, പിന്നങ്ങ് തകരും, പൊങ്ങി വരും. ഏത് ദുർമാർഗത്തിൻ്റെയും ഒരവസ്ഥ അതാണ്. ഒരൊറ്റ പൊങ്ങൽ പൊങ്ങും. കാണുന്നില്ലേ നമ്മുടെ നാടുകളിൽ ചില കമ്പനികളൊക്കെ അങ്ങനെ പൊങ്ങി വരും. പലിശയിൽ പടുത്തുയർത്തിയതാണ്, പിന്നങ്ങ് ഇടിച്ച് തകർന്നു പോകും. സുബ്ഹാനല്ലാഹ്. വഞ്ചനയാണ് ഇത്. ഖാന, വഞ്ചിക്കും ആളുകളെ. അങ്ങനത്തെ കപടവിശ്വാസമാണ്. ഒരു മുസ്ലിം അത് ചെയ്യാൻ പാടില്ല. വായ തുറന്നാൽ നുണ പറയും, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കില്ല. പിന്നെ പറഞ്ഞു, ഇദാ ഖാസമ ഫജറ, പിണങ്ങുകയാണെങ്കിൽ അയാളെപ്പറ്റി കുറ്റം പറയും. പിണങ്ങിക്കഴിഞ്ഞാൽ അയാളെപ്പറ്റി മോശം പറയും. അതുവരെ നല്ലതാണ്. പിണക്കമായി കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ചെയ്യരുത്. കപടവിശ്വാസത്തിന്റെ അടയാളമാണ്. അത് നിർത്തുന്നവരെ നിങ്ങളിൽ കപടവിശ്വാസത്തിന്റെ ഒരടയാളമുണ്ട് എന്ന് തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയണമേ, നിസ്കാരത്തിൽ പോലും നമ്മൾ അള്ളാഹുവിനോട് കളവ് പറയുന്നുണ്ടോ? നിസ്കരിക്കുമ്പോൾ പോലും കളവ് പറയുന്നില്ലേ? സുബഹി നിസ്കരിക്കാൻ തുടങ്ങാം, അല്ലാഹു അക്ബർ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ.
ലോകത്തിന്റെ അധിപനായ അല്ലാഹുവേ, നമ്മുടെ നിസ്കാരത്തിന്റെ ആദ്യ ഭാഗം എത്ര മനോഹരമാണ്. വജ്ജഹ്തു, എന്റെ മുഖം ഞാൻ മുന്നിട്ട് നിർത്തിയിരിക്കുകയാണ്. വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചവന്റെ മുമ്പിലേക്ക് ഞാനിതാ തക്ബീർ ചൊല്ലി നിൽക്കുകയാണ്. ഹനീഫൻ മുസ്ലിമൻ, ഞാൻ ഋജുവായ നേരായ പന്ഥാവിലാണ്, ഞാൻ ഒരിക്കലും ഒരു അവിശ്വാസിയല്ല. എന്നിട്ട് പറയുന്നു, ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരവും, വനുസുക്കി, എന്റെ എല്ലാ ആരാധനകളും, വമഹയായ, എന്റെ ജീവിതവും, വമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് വെട്ടിപ്പലിശക്കാ പോകാനുള്ളത്. പിന്നെ എന്ത് നിസ്കാരം? അള്ളാഹു വേണോ പലിശ? അള്ളാഹു യുദ്ധം ചെയ്ത വിഷയമാണത്. വേഗം മുതലാളിമാരാവാൻ വട്ടിപ്പലിശ കൊടുക്കാൻ. പച്ചയായ ഹറാമല്ലേ? അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. അവരുടെ സമ്പാദ്യം ഹറാമിന്റെ സമ്പാദ്യമാണെങ്കിൽ. അള്ളാഹുവിന്റെ മുമ്പിൽ ശപഥം ചെയ്തിട്ടാണ് ഈ പറയുന്നത്, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ആരാധന എല്ലാം നിനക്കുള്ളതാണ്. അള്ളാഹിന്റെ മുമ്പിൽ 2 റക്അത്ത് 5 മിനിറ്റ് നേരെ എടുക്കുന്നില്ല. ആ 5 മിനിറ്റ് എടുക്കുമ്പോൾ പോയി വരാത്ത നാടില്ല. എന്നിട്ട് സലാം വിട്ടാണ് അള്ളാഹിന്റെ മുമ്പിൽ തന്നെ ആയിരുന്നു പറയും ചെയ്യുക. ഇത് നുണയല്ലേ? എന്റെ നിസ്കാരം നിനക്കാ റബ്ബേ. അതിൻ്റെ ഇടയ്ക്ക് ചാവക്കാട് പോയി വന്നു, എറണാകുളത്ത് പോയി വന്നു, ഗൾഫിലേക്കുള്ള വിസ അടിച്ചു കൊണ്ടുവന്നു, കടം കിട്ടാനുള്ളത് തിരിച്ചു വന്നു, ചീത്ത പറഞ്ഞു. ഇതൊക്കെ നിസ്കാരത്തിനിടയിൽ കഴിഞ്ഞിട്ടുണ്ട്. ആകെ 3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നിനക്കാ പടച്ചോനെ. അള്ളാഹു മുഖത്തേക്ക് എറിയൂലേ? ഈ നിസ്കാരം കൊണ്ട് ചുരുട്ടി മടക്കി എറിയില്ലേ? നമ്മൾ അള്ളാഹുവിനോട് കളവ് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. പറയുന്ന വാക്കിനൊരു മീനിങ് വേണ്ടേ? നമ്മൾ എന്തായി പറയാൻ, അതിനർത്ഥം വേണ്ടേ? കപടവിശ്വാസത്തിന്റെ അടയാളങ്ങൾ നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടു നടക്കുകയാണോ എന്ന് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്ക് ഈമാനിന്റെ പ്രഭ നൽകട്ടെ. ലാ യസാലുല്ലാഹു മുഖ്ബിലൻ അലൽ അബ്ദി ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത് ഫഇദാ സ്വറഫ വജ്ഹഹു ഇൻസ്വറഫ അല്ലാഹു അൻഹു. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുകയും അല്ലാഹുവിന്റെ ദാസനോ ദാസിയോ ആണോ പെണ്ണോ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ബിസ്മി ചൊല്ലി, ഫാത്തിഹ ഓതി, സൂറത്തുകൾ ഓതി, ദിക്ർ ചൊല്ലി, പ്രാർത്ഥന ചൊല്ലി നിസ്കാരത്തിലായിരിക്കുമ്പോൾ അല്ലാഹു അവരിലേക്ക് മുഖം തിരിക്കുമത്രേ. ഹബീബായ നബി തങ്ങൾ പറയുന്നു. ഹാക്കിം എന്നവരെ അവരുടെ മുസ്തദ്റക്കിലും ഇമാം ഇബ്നു ഖുസൈമ അവരുടെ സ്വഹീഹിലും ഇമാം അബൂ ദാവൂദ്, നസായി, ഇമാം അഹ്മദ് എന്നിവരൊക്കെ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന ഹദീസാണിത്. ലാ യസാലുല്ലാഹു മുഖ്ബിലൻ അലൽ അബ്ദി ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത്. നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നമ്മൾ മുഖം തിരിക്കണവരെ അള്ളാഹു മുഖം തിരിക്കൂല. നോക്കണം, നമ്മൾ മുഖം തിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുവരെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ ഇങ്ങനെയുണ്ടോ ഒരു VIP-യുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ? അല്ലാഹുമായൊരു അപ്പോയിന്റ്മെന്റ് കിട്ടൽ എത്ര എളുപ്പമാണ്. ഒരു മന്ത്രിന്റെ അപ്പോയിന്റ്മെന്റ് ഇപ്പോൾ എടുത്ത് കിട്ടുമോ? നാളെ വേണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇന്ന് കിട്ടുമോ? ഒരാഴ്ചത്തേക്ക് കിട്ടുമോ? അള്ളാഹുവിൻ്റെത് അങ്ങനെയല്ല. അള്ളാഹുമായ അപ്പോയിന്റ്മെന്റ് വേണോ? വേഗം പോയി ഒതു കൊടുക്ക്, ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്ക്, ശുദ്ധിയുള്ള വസ്ത്രം, ശുദ്ധിയുള്ള ഇടം, നിസ്കാരത്തിന്റെ ഷർത്തും ഫർദൊക്കെ പാലിച്ചു. അല്ലാഹു അക്ബർ. നീ അള്ളാഹുമായുള്ള അഭിസംബോധനയിലാണ്. അള്ളാഹു നിന്നിലേക്ക് നോക്കുകയാണ്. മാലം യൽതഫിത്, നമ്മളായിട്ട് മുഖം തിരിക്കുന്നവരെ അള്ളാഹു മുഖം തിരിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ മതിയാക്കുമ്പോഴേ അള്ളാഹു മതിയാക്കുന്നുള്ളൂ എന്നർത്ഥം. നമുക്ക് നിസ്കാരം നീണ്ടുപോയാൽ ഇമാമിനോട് ദേഷ്യം, ഇമാമിനോട് പിണക്കം, വലിയ സൂറത്ത് ഓതിയായി ഇമാമിനെ പിരിച്ചുവിടും. നമ്മൾ തറാവീഹൊക്കെ 1/2 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന ഇമാമിനാണ് സർട്ടിഫിക്കറ്റ്. ഏതെങ്കിലും ഒരു ഇമാം 3/4 മണിക്കൂർ എടുക്കണമെങ്കിൽ ആ പള്ളിയിൽ ആകെ 2 സഫിന് ആളുണ്ടാവില്ല. എന്തിനാ പിന്നെ നമ്മളതിന് പോകേണ്ട കാര്യം? അതിലൊരു ആസ്വാദനമില്ലെങ്കിൽ ആർക്കാ പിന്നെ നമ്മൾ ഈ ചെയ്യുന്നത്? ആർക്കാനും വേണ്ടി ഓക്കാനിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊരു സമയം അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെലവഴിക്കുകയാണ്. റബ്ബിൻ്റെ മുമ്പിൽ കിട്ടിയ ഒരു അപ്പോയിൻമെൻ്റാണ്. ഞാൻ എൻ്റെ വിഷയങ്ങൾ സമർപ്പിക്കട്ടെ. കുറേ ഒരു സിനിമയൊക്കെ 3 മണിക്കൂറൊക്കെ ഇരുന്ന് കാണുന്നത് ആളുകൾ. അതിൻ്റെയൊക്കെ പകുതി സമയം നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെലവഴിച്ചിട്ടുണ്ടോ? അതിനൊക്കെ ഒരു പ്രായശ്ചിത്തം ചെയ്യണ്ടേ? നമ്മൾ അനാവശ്യമായി സമയം കൊന്നതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ തത്തുല്യമായൊരു സമയമെങ്കിലും, തത്തുല്യമെന്ന് ഞാൻ പറയുന്നത് മിനിമം അതിനൊരു ഈക്വലാക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമയം ചെലവഴിക്കണ്ടേ? നമുക്കപ്പോഴേക്കും ബോറടിച്ചു. നമ്മൾ പറയും നമ്മൾ മുസ്ലിമാണ്. എന്ത് മുസ്ലിം?
നമ്മൾ ഇസ്ലാം അനുഭവിച്ചിട്ടില്ല മുഅ്മിനെ. ഇതിനൊരു ആനന്ദമുണ്ട്. യൂറോപ്പുകാരൻ ഓടി വരാം. ഇസ്ലാമിക് സെന്ററുകളുണ്ട് യൂറോപ്പിലൊക്കെ. ലണ്ടൻ മസ്ജിദുകളൊക്കെ ഇസ്ലാമിക് സെന്ററുകളാണ്. ഞാനവിടെ 3 പ്രാവശ്യം ചെന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങളെ അടുത്തറിയാൻ അവസരമുണ്ടായിരുന്നു. അവിടെയൊക്കെ ആളുകൾ എനിക്ക് മുസ്ലിം ആവണമെന്ന് ഇങ്ങോട്ട് വന്ന് പറയാണ്. നമ്മളെ നാട്ടിലും വലിയ ലവ് ജിഹാദൊന്നും അല്ലത്. ഇത് ലവ് ഇസ്ലാമാണ്. ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്നുണ്ട്. പ്രേമിക്കുന്നവർക്ക് പിന്നെ മതൊന്നും വിഷയമല്ല. അതല്ല നമ്മുടെ വിഷയം. ഇസ്ലാമിനെ സ്നേഹിച്ചു വരുന്നവരുണ്ട് ലോകത്ത്, ആയിരക്കണക്കിന് ആളുകൾ. ഇതിൽ ബഹുഭൂരിഭാഗം പെൺകുട്ടികളാണ്. വ്യഭിചരിച്ചിട്ടും അല്ലാതെയും ആത്മാഭിമാനം നഷ്ടപ്പെട്ടിട്ട് ഹിജാബ് കൊണ്ട് അള്ളാഹു നൽകുന്ന ഒരു അച്ചടക്കവും ഹിജാബിന്റെ ഒരു സംരക്ഷണവും ബോധ്യപ്പെടുമ്പോൾ പെൺകുട്ടികൾ കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങളെ മറപ്പിക്കാൻ അവർ കണ്ടെത്തുന്ന സങ്കേതം ഇസ്ലാമിന്റെ ഹിജാബാണ്. യൂറോപ്പിലും അമേരിക്കയിലും മുസ്ലിമാകുന്ന പെൺകുട്ടികളുടെ കഥകളൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. എത്രയോ പെൺകുട്ടികൾ ധൈര്യത്തോടുകൂടെ പറയാ, മോം ഐ എം എ മുസ്ലിം, ഞാൻ മുസ്ലിമാണ് ഉമ്മ. അങ്ങനെ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്, മോം ഐ എം എ മുസ്ലിം. ഉമ്മയോട് പെൺകുട്ടി ചെന്ന് പറയാ, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിം, ഒരു പേടിയില്ല. അബ്ദുൽ മാലിക് ക്ലെയർ എന്ന് പറയുന്ന കണ്ണു കാണാത്ത കനേഡിയൻ, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് കാനഡയിലെ ഒരു സിറ്റിയിൽ നിന്ന് ഷിക്കാഗോ അമേരിക്ക USA-ലല്ലേ, കാനഡയിലെ ഒരു സിറ്റി ഉണ്ടല്ലോ, മറന്നുപോയി. അവിടെ നിന്ന് അദ്ദേഹം ഫ്ലൈറ്റ് കയറി നോർത്ത് സ്കോഷ്യയിലേക്ക്, അദ്ദേഹം ഈസ്റ്റിലേക്ക്, കാനഡയുടെ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് കണ്ണു കാണാത്ത അദ്ദേഹം റെസ്ലിംഗ് ചാമ്പ്യനാണ്. തൻ്റെ ഉമ്മ അവിടെ ലഗേജ് എടുക്കുന്ന ഭാഗത്ത് കണ്ണു കാണാത്ത മകനെ റിസീവ് ചെയ്യാൻ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഉമ്മയുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ലഗേജ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ആളുകളൊക്കെ എൻ്റെ ചുറ്റുമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു, മോം ഐ ആം എ മുസ്ലിം, ഉമ്മ ഞാനൊരു മുസ്ലിമാണ്. ഉമ്മ പറഞ്ഞു, മോനെ calm down, let's talk it when back home. പെരിലെത്തിയിട്ട് പറഞ്ഞാൽ പോരെ, ഇപ്പൊ തന്നെ പറയണോ? No, I want to say it now. I am a Muslim. ഞാനൊരു മുസ്ലിമാണ് ഉമ്മ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ആള്, സുബ്ഹാനല്ലാഹ്, മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞു, അതിൽ ഹിക്മത്ത് ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മയെങ്ങാനും എന്നെ കൊണ്ടുപോയി കൊലപാതകം ചെയ്യുകയാണെങ്കിൽ at least there had been some witness. കുറച്ച് ആളുകളെങ്കിലും കണ്ടവരുണ്ടല്ലോ, ഇയാൾ കൊല്ലാൻ കാരണം ഇതായിരിക്കാം. ഞാൻ അതുകൊണ്ട് അങ്ങ് ഉറക്കെ പറഞ്ഞു, ഉമ്മ ഞാൻ മുസ്ലിമാണ്, എനിക്കത് മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ മധുരം കൊണ്ട മഹാനായ ശംസുൽ ഉലമ പറയാറുണ്ടായിരുന്നത്രേ, പുതുമുസ്ലിമീങ്ങളായ ആളുകൾ വീട് വെക്കണം എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച് വന്നിട്ട് വീട് വേണമെന്ന് പറഞ്ഞ് വരുന്നവരോട് ശംസുൽ ഉലമ പറഞ്ഞിരുന്നൊരു വചനം. ശംസുൽ ഉലമയുടെ ശിഷ്യൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അനുഭവം പറഞ്ഞു, ഇസ്ലാമിൽ ആൾ ആവശ്യമില്ലടോ, എന്തിന് ഇസ്ലാമിൽ ആളേറെയാണ്. വീടുണ്ടാക്കാനും കുട്ടികളെ കെട്ടിക്കാനും മുസ്ലിമായി വരേണ്ട കാര്യമില്ല, ഉള്ള മുസ്ലിമീങ്ങൾ നന്നായാൽ മതി, ഇവിടെ ആൾ ആവശ്യമില്ല എന്ന് മഹാൻ പറയാറുണ്ടായിരുന്നു. അതാണ് ഇസ്ലാം. നിങ്ങൾ ഈ പറയുന്ന ലവ് ജിഹാദൊന്നും അല്ല ഇത്. ബുദ്ധിയുള്ളവൻ ചിന്തിച്ചാൽ മനസ്സിലാകും ഇത് സത്യമാർഗമാണ്. കണ്ണു ഞമ്മി നടക്കണേ പിന്നെ ഒരു രക്ഷയില്ല. കണ്ണു തുറന്ന് ഞാൻ എന്ത് വിശ്വസിക്കുന്നു, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ആലോചിച്ചാൽ പ്രമാണബദ്ധമായ ഒരു ജീവിത വ്യവസ്ഥിതി ഇസ്ലാം അല്ലാതെ ലോകത്തില്ല. അത് നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് മാത്രം. പക്ഷെ വെസ്റ്റേൺസ് പഠിക്കാൻ തുടങ്ങി. ഒരുപാട് കാലം അവർ ഇസ്ലാമിനെ എതിർത്തവരാണ്. ഇന്നവർക്കത് ഈറ്റില്ലമാണ്. ലോക രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പ്രതിപക്ഷത്തു നിന്ന് ആളുകളുടെ നാവിലൂടെ അള്ളാഹു പറയിപ്പിച്ചു, ഇത് സത്യമാണ്. ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ, സിയോണിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ ഇസ്ലാമിന്റെ പാതായത്തിലേക്ക് വന്നു. ആരും കാശ് കൊടുത്ത് കൊണ്ടുവന്ന് പ്രലോഭിപ്പിച്ചതല്ല. അങ്ങനെ ഒരു ആവശ്യവും അള്ളാഹുവിന്റെ ദീനിനില്ല. പക്ഷേ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, ഈ മതം ലോകമതങ്ങളുടെ മുൻനിരയിലേക്ക് എത്തും, വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾക്കത് ഇഷ്ടമല്ലെങ്കിലും എന്ന് അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 2-3 സ്ഥലങ്ങളിൽ അങ്ങനെ ആവർത്തനമുണ്ട്. സർവശക്തനായ അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ.